പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. പരിശുദ്ധവും പരിപാവനുമായ ഈ ബലിവേദിയിൽ സ്വർഗീയവന്ത മാലാഖമാരും പരിശുദ്ധരൊക്കെ അണിനിൽക്കുന്ന ഈ അനുഗ്രഹീത നിമിഷങ്ങളിൽ ഷെക്കീന TV ഒരുക്കുന്ന ഹോളി വെപ്പൺ അഭിഷേക ശുശ്രൂഷയിലേക്ക് യേശുനാമത്തിൽ നിങ്ങളെല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധ ഡൊമിനിക്ക് പറയുന്നത് ഇങ്ങനെയാണ്: ആത്മാവാകുന്ന ഭൂമിമേൽ പെയ്തിറങ്ങുന്ന സ്വർഗീയ മഞ്ഞാണ് പരിശുദ്ധ അമ്മ. ഒരു തരത്തിൽ പിശാച് പോലും അവളെ ബഹുമാനിക്കുന്നു. ഒരിക്കൽ ജപമാലയിലൂടെ ആ അമ്മ ഈ ലോകം മുഴുവനെയും സ്വന്തമാക്കും. പ്രൈസ് ദി ലോർഡ്. വിശുദ്ധ ലൂയിസ് ഡി മോൺഫോർട്ട് പറയുന്നത് ഇങ്ങനെയാണ്: ഒരു വ്യക്തി സ്വകാര്യമായി ജപമാല ചെല്ലുന്നതിനേക്കാൾ ഒരു സമൂഹമായി ജപമാല ചെല്ലുമ്പോൾ പിശാചിനെതിരെ ഒരു സ്വർഗീയ സൈന്യമായി അവനെ തകർക്കുകയാണ് നാം ചെയ്യുക. നമ്മളിതാ ഒരേ മനസ്സോടെ ഒരേ ആത്മാവോടെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലിരിക്കുന്ന ദൈവജനത്തോട് ചേർന്ന്, പരിശുദ്ധ അമ്മയോട് ചേർന്ന്, സഭാ മക്കളോട് ചേർന്ന് ഈ ഹോളി വെപ്പൺ ശുശ്രൂഷയിൽ പങ്കെടുക്കുകയാണ്. ആത്മാവിൽ ആനന്ദിച്ചുകൊണ്ട്, അതിലുപരി ദൈവിക മഹത്വം ഹൃദയത്തിലും മനസ്സിലും ആത്മാവിലും നമ്മളായിരിക്കുന്ന ഇടങ്ങളിലെല്ലാം അനുഭവിച്ചുകൊണ്ട് നമുക്ക് ഈ ശുശ്രൂഷയിലേക്ക് പങ്കെടുക്കാം. ഇതാ ദിവികാന്യനാഥൻ നമ്മുടെ മധ്യേ എഴുന്നള്ളി വരികയാണ്. ആ ദിവികാന്യനാഥനിലേക്ക് പരിശുദ്ധ വഴി നമ്മുടെ എല്ലാ നിയോഗങ്ങളും നമുക്ക് ചേർത്ത് വയ്ക്കാം. നമ്മുടെ കരങ്ങളിൽ നമുക്ക് ജപമാല എടുക്കാം, ഹൃദയത്തോട് ചേർത്ത് പിടിക്കാം. പരിശുദ്ധി നിറയുന്ന, അഭിഷേകം നിറയുന്ന ഈ ശുശ്രൂഷയിൽ ദിവികാന്യനാഥനെ നമ്മുടെ മധ്യേ, നമ്മുടെ ഹൃദയത്തിലേക്ക്, നമ്മുടെ മനസ്സിലേക്ക്, നമ്മുടെ ആത്മാവിലേക്ക് നമുക്ക് സ്വീകരിക്കാം. ആരാധനയുടെ ഈ ഗാനത്തോടൊപ്പം സ്വർഗത്തിൻ്റെ അഭിഷേകം, മഹത്വം നമ്മുടെ ഭവനങ്ങളിലേക്ക്, നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ഇറങ്ങി വരട്ടെ. നമുക്കെല്ലാവർക്കും ഏറ്റവും ഭക്തിപൂർവമായിരിക്കാം. Ha 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 hallelujah, ah ha ha hallelujah, ah ha ha hallelujah, ah ha ha hallelujah. പരിശുദ്ധൻ മഹോന്നത ദേവൻ, പരമെങ്ങും വിളങ്ങും മഹേശൻ, സ്വർഗീയ സൈന്യങ്ങൾ വാഴ്ത്തി സ്തുതിക്കുന്ന സ്വർലോകനാഥനാം മിശിഹാ. പരിശുദ്ധൻ മഹോന്നത ദേവൻ, രണ്ട് കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് പരമെങ്ങും വിളങ്ങും മഹേശൻ. ഈശോയെ നമുക്ക് നോക്കാം. സ്വർഗീയ സൈന്യങ്ങൾ വാഴ്ത്തി സ്തുതിക്കുന്ന സ്വർലോകനാഥനാം മിശിഹാ. ഹല്ലേലൂയ. ഈശോയെ നോക്കിക്കൊണ്ട് ഹല്ലേലൂയ. ആത്മാവിൽ നിറഞ്ഞ് ഹല്ലേലൂയ. ചേർന്ന് സ്വർഗീയ ദൂതന്മാരോട് ചേർന്ന്, സകല വിശുദ്ധരോട് ചേർന്ന്, പ്രവാസികളോട് ചേർന്ന് ഒരേ മനസ്സോടെ പാടട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന്റെ കൂടാരം മനുഷ്യരുടെ കൂടെ, അവിടുന്ന് അവരോടൊത്ത് വസിക്കും, അവർ അവിടുത്തെ ജനമായിരിക്കും. ഈശോയെ, നിന്റെ സന്നിധിയിലേക്ക് ഇതാ ഞങ്ങളെല്ലാവരെയും ചേർത്ത് വയ്ക്കട്ടെ. ലോകം മുഴുവനെയും നിന്റെ ആരാധ്യമായ ദൃഹത്തിലേക്ക് ഞങ്ങൾ ചേർത്ത് വയ്ക്കുന്നു. പരിശുദ്ധമ്മയോട് ചേർന്ന്, സകല വിശുദ്ധരോട് ചേർന്ന് ഞങ്ങൾ നിന്നെ പാടി സ്തുതിക്കട്ടെ.
നിന്നെ ഞങ്ങൾ മഹത്വപ്പെടുത്തട്ടെ, നിന്നെ ഞങ്ങൾ ആരാധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ മഹത്വം. നമ്മളായിരിക്കുന്ന ഇടങ്ങളിലേക്ക് ഇതാ സ്വർഗത്തിന്റെ മഹത്വം ഇറങ്ങി വരുന്നിരിക്കുന്ന ഈ അഭിഷേക നിമിഷങ്ങളിൽ ഒന്ന് ചേർന്ന് ഒരേ മനസ്സോട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹൃദയം തുറന്ന് സ്തുതിക്കട്ടെ, അതിരം തുറന്ന് സ്തുതിക്കട്ടെ. കുടുംബത്തിലെ ഓരോ വ്യക്തികളോട് ചേർന്ന് സ്തുതിക്കട്ടെ. ഓരോ അവസ്ഥകളായിരിക്കുന്ന മക്കള് തങ്ങളുടെ എല്ലാ അവസ്ഥകളോടുകൂടി ചേർന്ന് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മാതാപിതാക്കന്മാര്, യുവതിയുവക്കന്മാര്, കുഞ്ഞുങ്ങള് സ്തുതിക്കട്ടെ. യുവതിയുവക്കന്മാര് സ്തുതിക്കട്ടെ, കുഞ്ഞുങ്ങൾ സ്തുതിക്കട്ടെ, രോഗികൾ സ്തുതിക്കട്ടെ, ഓരോ മക്കളും സ്തുതിക്കട്ടെ. കരങ്ങൾ വീശി ഈശോയെ നോക്കിക്കൊണ്ട് ഈ അഭിഷേകത്തിന്റെ മണിക്കൂറില്, ഈ ഹോളി വെപ്പൺ ശുശ്രൂഷയില് പങ്കെടുക്കുന്ന എല്ലാ മക്കളെയും സമർപ്പിച്ചുകൊണ്ട് പാടാം. പരിശുദ്ധ പരമ ദിവ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എന്നും ഞങ്ങളുടെ ഒപ്പമാകുവാൻ ജീവന്റെ ഒപ്പമായി ഈ അത്താരിൽ എഴുന്നള്ളിരിക്കുന്ന പരിശുദ്ധവും പരിപാവനുമായ ബലിവേദിയിൽ ഞങ്ങളുടെ മധ്യേ സ്വർഗീയ മന്ന എഴുന്നള്ളിരിക്കുന്ന ഈശോയെ ഞങ്ങൾ ഒരേ മനസ്സോടെ ഒരാത്മാവോടെ അങ്ങ് മഹത്വപ്പെടുന്നു. പരിശുദ്ധ പരമ ദിവ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ അമ്മയുടെ ഉദരത്തിൽ മാംസമായി അവതരിച്ച് ഈ ലോകത്തിന് മുഴുവനും തൻ്റെ ശരീരം രക്തവും നൽകിക്കൊണ്ട് ഞങ്ങളുടെ ആത്മാവിനെ പരിപോഷിപ്പിച്ച് ഞങ്ങളെല്ലാവരെയും നിത്യജീവനിലേക്ക് സ്വന്തമാക്കി ഈശോയെ പരിശുദ്ധവും പരിഭാവനമായ ബലിവേദിയിൽ മാലാഹമാരോട് ചേർന്ന് വിശുദ്ധരോട് ചേർന്ന് അങ്ങയെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമ്പോൾ ഒന്നു ചേർന്ന് ഞങ്ങൾ ഏറ്റുപറയുകയാണ്. പരിശുദ്ധ പരമ ദിവ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയ മകനെ മകളെ, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലിരുന്നു കൊണ്ട് ഈ ഹോളി വെപ്പൺ ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ നമ്മുടെ കരങ്ങളിലേക്ക് നമുക്ക് ജപമാല എടുക്കാം. സ്വർഗം നൽകിയ ദാനമാണ്, സമ്മാനമാണ് പരിശുദ്ധ അമ്മ. ആ പരിശുദ്ധ അമ്മയോട് ചേർന്ന് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ ഈ ലോകം മുഴുവനും വിശുദ്ധീകരിക്കപ്പെടുകയാണ്. വിശുദ്ധ അംബ്രോസിൻ്റെ ഭാഷയിൽ എങ്ങനെയാണ് പറയപ്പെടുക? പരിശുദ്ധ അമ്മ സ്വർഗത്തിലേക്കുള്ള ഗോവണിയാണ്. സ്വർഗത്തിൽ നിന്ന് ദൈവം ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന ഗോവണിയാണ് പരിശുദ്ധ അമ്മയെങ്കിൽ മനുഷ്യകുലം മുഴുവനും ആ അമ്മയാകുന്ന സ്വർഗീയ ഗോവണിയിലൂടെ നിത്യജീവനിലേക്ക് പ്രവേശിക്കും. ഈ അമ്മ വഴി നമ്മുടെ നിയോഗങ്ങൾ, ആഗ്രഹങ്ങൾ, അഭിലാഷങ്ങൾ, സ്വപ്നങ്ങൾ, നമ്മുടെ കുടുംബത്തെ, നമ്മുടെ പ്രിയപ്പെട്ടവരെ, നമ്മളുമായി ബന്ധപ്പെട്ട എല്ലാ സകല സാഹചര്യങ്ങളെയും വ്യക്തികളെയും പ്രസ്ഥാനങ്ങളെയും നമ്മുടെ ശാരീരികവും മാനസികവും ആത്മീയവും സാമ്പത്തികമായ മേഖലകളെല്ലാം നമുക്ക് ചേർത്ത് വയ്ക്കാം. വിശ്വാസത്തോടെ ഒന്ന് ചേർന്ന് ഒരേ മനസ്സോടെ ഈ ശുശ്രൂഷയിൽ നമുക്ക് പങ്കെടുക്കാം. അളവില്ലാത്ത സകല നന്മ സ്വരൂപനായിരിക്കുന്ന സർവേശ്വര കർത്താവേ, നിസ്സാരരും നന്ദിയേറ്റ പാപികളുമായ ഞങ്ങൾ നിസ്സീമ പ്രതാപവനായ അങ്ങേ സന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ അയോഗ്യരാകുന്നു. എങ്കിലും അങ്ങേ അനന്തമായ ദയ ശരണപ്പെട്ടുകൊണ്ട് പരിശുദ്ധ ദൈവമാതാവിൻ്റെ സ്തുതിക്കായി ജപമാല അർപ്പിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഈ അർപ്പണം ഭക്തിയോടും ശ്രദ്ധയോടും കൂടെ ചെയ്യുന്നതിന് കർത്താവേ ഞങ്ങൾ അനുഗ്രഹിക്കണമേ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലത്തുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ
വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാളന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. പിതാവായ ദൈവത്തിന്റെ മകളായിരിക്കുന്ന പരിശുദ്ധ മറിയമേ, ഞങ്ങളെ ദൈവവിശ്വാസം എന്ന പുണ്യമുണ്ടായി ഫലം ചെയ്യുന്നതിന് അങ്ങേ തിരുക്കുമാരനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ദുരിതത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പുത്രനായ ദൈവത്തിന്റെ മാതാവായിരിക്കുന്ന പരിശുദ്ധ മറിയമേ, ഞങ്ങൾ ദൈവശരണമെന്ന പുണ്യമുണ്ടായി വളരുന്നതിന് അങ്ങേ തിരുക്കുമാരനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ദുരിതത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പരിശുദ്ധാത്മാവായ ദൈവത്തിന് ഏറ്റവും പ്രിയമുള്ള പരിശുദ്ധ മറിയമേ, ഞങ്ങളെ ദൈവസ്നേഹമെന്ന പുണ്യമുണ്ടായി വർദ്ധിക്കുന്നതിന് അങ്ങേ തിരുക്കുമാരനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ദുരിതത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പ്രിയമുള്ളവരെ, വിശുദ്ധ ജെറോം പറയുന്നത് ഇപ്രകാരമാണ്: ഹൗവ നമ്മെ പർദീസായിൽ നിന്ന് അകറ്റിയെങ്കിൽ പരിശുദ്ധ മറിയം നമ്മെ സ്വർഗീയ പർദീസായിലേക്ക് വലിച്ചടിപ്പിക്കുന്നു. ദിവികാനനാഥൻ്റെ സന്നിധിയിൽ പരിശുദ്ധമ്മയോട് ചേർന്ന് നമ്മൾ ഈ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുകയാണ്. പ്രിയമുള്ളവരെ, പ്രത്യേകിച്ച് നമ്മുടെ ദേശം കനത്ത മഴയിൽ പ്രളയക്കെടുതിയിലൂടെ കടന്നു പോവുകയാണ്. ചില കുടുംബങ്ങൾ അതിദാരുണമായിട്ട് മരണമടഞ്ഞ സാഹചര്യമുണ്ടായി. നമ്മുടെ ഹൃദയവും മനസ്സുമെല്ലാം വേദനിച്ചിരിക്കുന്ന സമയമാണ്. പ്രളയക്കെടുതിയിലൂടെ ഉരുൾപൊട്ടലിൻ്റെ സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോൾ അനേകം വ്യക്തികൾക്ക് തങ്ങളുടെ പ്രിയപ്പെട്ടവരെയൊക്കെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. ഭവനങ്ങൾ നഷ്ടപ്പെട്ടു. ഇത്രയും നാളും കഷ്ടപ്പെട്ട് പടുത്തുയർത്തിയ ഭവനമെല്ലാം നഷ്ടപ്പെട്ടപ്പോൾ ആ മക്കളുടെ വേദന അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത വിധം അതിദാരുണമായൊരവസ്ഥയിലൂടെയാണ് കടന്നു പോവുക. പ്രിയമുള്ളവരെ, നമുക്കൊന്ന് ചേർന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ ദേശത്തെ, നമ്മുടെ ഭാരതത്തെ, ലോകം മുഴുവനുള്ള ഓരോ വ്യക്തികളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതോടൊപ്പം പ്രത്യേകിച്ച് ഈ പ്രളയക്കെടുതിയിൽ വിഷമിക്കുന്ന ആ മക്കളെല്ലാം ചേർത്ത് വെച്ച് പരിശുദ്ധ അമ്മയുടെ സന്നിധിയിലേക്ക് ചേർത്ത് വെച്ച് അമ്മയെ ഒന്ന് കടന്നു ചെല്ലണമേ. തിരുക്കുമാരനിൽ നിന്നും സമാധാനവും സന്തോഷമെല്ലാം ആ മക്കൾക്ക് നൽകി അവരെ ആശ്വസിപ്പിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഒന്നാം ദിവ്യരഹസ്യം, നമ്മുടെ കർത്താവ് യേശു മിശിഹ പീഡ സഹിച്ച് മരിച്ചതിൻ്റെ 3-ാം നാൾ ജയസന്തോഷങ്ങളോടെ ഉയർത്തെഴുന്നള്ളി എന്ന് ധ്യാനിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി
ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഓ എൻ്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ, നരകാഗ്നിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ, എല്ലാ ആത്മാക്കളെയും വിശിഷ്യ അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് ആനയിക്കണമേ. പരിശുദ്ധ പരമ ദിവ്യാന്വേഷയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ആവേ 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 മരിയ, ആവേ 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 മരിയ. വിശുദ്ധ അഗസ്ത്യൻ പറയുന്നത് ഇപ്രകാരമാണ്: സ്വർഗത്തിൽ മധ്യസ്ഥനായി നമുക്കൊരു പുത്രനുണ്ടെങ്കിലും മധ്യസ്ഥയായി ഒരമ്മയെ ആവശ്യമുണ്ട്. പ്രിയമുള്ളവരെ, നമുക്ക് വേണ്ടി മധ്യസ്ഥയായിട്ട് ഒരമ്മയുണ്ട്. സ്വർഗം ദാനമായി നൽകിയ ആ അമ്മ, ആ അമ്മയുടെ കരങ്ങളിലേക്ക് നമ്മുടെ എല്ലാ കുടുംബങ്ങളെയും സമർപ്പിക്കാം. ജീവിത പങ്കാളിയെ, മക്കളെ, അവരായിരിക്കുന്ന ജീവിത സാഹചര്യങ്ങളിലെ, അവരുടെ ജോലി മേഖലകളെ, അവരുടെ പഠന മേഖലകളെ, ലോകമെമ്പാടുമുള്ള കത്തോലിക്ക കുടുംബങ്ങളെ, ക്രിസ്തീയ കുടുംബങ്ങളെല്ലാം പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം വഴിയായി ഈശ്വരാരാധ്യമായ ത്രികത്തിലേക്ക് നമുക്ക് ചേർത്ത് വയ്ക്കാം. രണ്ടാം ദിവ്യരഹസ്യം, നമ്മുടെ കർത്താവ് യേശു മിശിഹ തൻ്റെ ഉയർപ്പിൻ്റെ ശേഷം 40-ാം നാൾ അത്ഭുതകരമായ മഹിമയോടും ജയത്തോടും കൂടി തൻ്റെ ദിവ്യമാതാവും ശിഷ്യരും കണ്ടുകൊണ്ട് നിൽക്കുമ്പോൾ സ്വർഗാരോഹണം ചെയ്തു എന്ന് നമുക്ക് ധ്യാനിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ,
തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഓ ഈശോയേ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ. നരകാഗ്നിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും വിശിഷ്യ അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ള ആത്മാക്കളെയും സ്വർഗത്തിലേക്ക് ആനയിക്കണമേ. പരിശുദ്ധ പരമ ദിവ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ആവേ 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 മരിയ, ആവേ 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 മരിയ. സിയന്നയിലെ വിശുദ്ധ ബെർണാഡിൻ പറയുന്നത് ഇപ്രകാരമാണ്: നിങ്ങൾ പരിശുദ്ധ മറിയത്തെ നന്മ നിറഞ്ഞവളെ എന്ന് വിളിക്കുമ്പോൾ അവൾ സ്വർഗത്തിൽ നിന്ന് അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് വാരി വിതറുന്നു. പ്രിയമുള്ളവരെ, ഈ നിമിഷങ്ങളിൽ നന്മ നിറഞ്ഞ മറിയമേ എന്ന് പ്രാർത്ഥന ചെല്ലുമ്പോൾ ഏറ്റവും പ്രത്യേകിച്ച് നമ്മുടെ എല്ലാ അധികാരികളെ നമുക്ക് സമർപ്പിക്കാം. തിരുസഭയുടെ അധിപനായ നമ്മുടെ ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് വേണ്ടി, എല്ലാ കർദിനാൾമാർക്ക് വേണ്ടി, മെത്രാന്മാർക്ക് വേണ്ടി, വൈദികർക്ക് വേണ്ടി, സന്യസ്തർക്ക് വേണ്ടി ഈ നിമിഷങ്ങളിൽ നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. അവരെല്ലാവരെയും പരിശുദ്ധ അമ്മയുടെ വിമലഹൃദയം വഴിയായി ഈശോയുടെ ആരാധ്യമായ തിരുഹൃദയത്തിലേക്ക് ചേർത്ത് വെച്ച് ആത്മാവിൻ്റെ അഭിഷേകം കൊണ്ട് നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഏറ്റവും ഭക്തിപൂർവ്വം നമുക്ക് ജപമാല അർപ്പിക്കാം. മൂന്നാം ദിവ്യരഹസ്യം, നമ്മുടെ കർത്താവ് യേശു മിശിഹ
പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്ത് എഴുന്നള്ളിയിരിക്കുമ്പോൾ സിഹിയൻ ഊട്ടുശാലയിൽ ധ്യാനിച്ചിരുന്ന കന്യക മാതാവിൻ്റെ മേലും സ്ലീഹന്മാരുടെ മേലും പരിശുദ്ധാത്മാവിനെ അയച്ചു എന്ന് നമുക്ക് ധ്യാനിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഓ എന്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ. നരകാഗ്നിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും വിശിഷ്യ അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ള ആത്മാക്കളെയും സ്വർഗത്തിലേക്ക് ആനയിക്കണമേ. പരിശുദ്ധ പരമ ദിവ്യകാന്യേശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞിയും ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ആവേ 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 മരിയ, ആവേ 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 മരിയ. പ്രിയമുള്ളവരെ, വിശുദ്ധ 10 പിയൂസ് പരിശുദ്ധമ്മയെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്: തിന്മയുടെ സാഗരത്തിൽ നീന്തി തുടിക്കുന്ന ഈ മനുഷ്യകുലത്തിന് പ്രത്യാശയുടെ മഴവില്ലാണ് പരിശുദ്ധയമ്മ. ഇനിയുള്ള രഹസ്യത്തിൽ ഏറ്റവും പ്രത്യേകിച്ച് നമ്മുടെ എല്ലാ യുവതി യുവാക്കന്മാരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ദിശ അറിയാതെ
വ്യക്തമായ ലക്ഷ്യബോധമില്ലാതെ വിഷമിക്കുന്ന അനേകം യുവതീവാക്കന്മാർ, ലഹരിക്കും മദ്യപാനത്തിനൊക്കെ അടിമപ്പെട്ടിരിക്കുന്ന മക്കൾ, എന്നാൽ തമ്പുരാനിൽ ആശ്രയിച്ചുകൊണ്ട് തന്നെ നീങ്ങുന്ന അനേകം യുവതീവാക്കന്മാർ, സഭയിൽ നിന്നും നമ്മുടേതായിട്ടുള്ള എല്ലാ പ്രസ്ഥാനങ്ങളിൽ നിന്നും മാറി നിൽക്കുന്ന യുവതീവാക്കന്മാർ, ദൈവത്തെയും ദൈവിക സംവിധാനങ്ങളെയും എതിരിട്ട് നിൽക്കുന്ന നമ്മുടെ മക്കൾ, നമുക്കോർക്കാം. നമ്മുടെ എല്ലാ യുവതിമക്കന്മാരെയും കുഞ്ഞുങ്ങളെയും ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് വിട്ടുകൊടുക്കാം. ജോലി അന്വേഷിച്ച് വിവിധ സ്ഥലങ്ങളിലായിരിക്കുന്നവർ, വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർ, വിവിധ യൂണിവേഴ്സിറ്റികളിൽ പഠിക്കാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നവർ, വിവിധ പരീക്ഷകൾ എഴുതിക്കൊണ്ടിരിക്കുന്നവർ, എഴുതാൻ ഒരുക്കൊണ്ടിരിക്കുന്നവർ, എല്ലാ യുവതിവക്കന്മാരെയും ഈ നിമിഷം പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം വഴിയായി ഈശോയുടെ ആരാധ്യമായ തിരുവത്തിലേക്ക് ചേർത്ത് വെച്ച് ഏറ്റവും ഭക്തിപൂർവ്വം ഈ രഹസ്യത്തിൽ നമുക്ക് പങ്കെടുക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നാലാം രഹസ്യം. നമ്മുടെ കർത്താവ് യേശു മിശിഹ ഉയർത്തെഴുന്നള്ളി കുറേ കാലം കഴിഞ്ഞപ്പോൾ കന്യക മാതാവ് ഈ ലോകത്ത് മാലാഖമാരാൽ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടുവെന്ന് നമുക്ക് ധ്യാനിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഓ എന്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ, നരകാഗ്നിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും വിശിഷ്യ അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ള ആത്മാക്കളെയും സ്വർഗ്ഗത്തിലേക്ക് ആനയിക്കണമേ. പരിശുദ്ധ
പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞിയും ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ആവേ 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 മരിയ ആവേ 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 മരിയ. പ്രിയമുള്ളവരെ, വിശുദ്ധ അൽഫോൺസ് ലിഗോരി പറയുന്നത് ഇങ്ങനെയാണ്: പഴം വേണ്ടവർ വൃക്ഷത്തെ സമീപിക്കുന്നു, ഈശോയെ വേണ്ടവർ പരിശുദ്ധ മറിയത്തെ സമീപിക്കുന്നു. പരിശുദ്ധ അമ്മയെ സ്വന്തമാക്കുന്നവർ ഈശോയാണ് സ്വന്തമാക്കുന്നത്. ഈ നിമിഷങ്ങളിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നത് രോഗികളായിട്ട് നമ്മുടെ ഭവനങ്ങളിൽ കഴിയുന്നവർ, പ്രത്യേകിച്ച് കൊറോണ മഹാമാരി മൂലം വിഷമിക്കുന്ന ഓരോ മക്കൾ, ICUയിലും വെന്റിലേറ്ററിലൊക്കെ ആയിരിക്കുന്ന പ്രിയപ്പെട്ടവർ, ഇവരെല്ലാവരെയും നമുക്ക് ഓർക്കാം. ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ്. ദിവ്യകാരുണ്യനാഥന് ശക്തി പുറപ്പെട്ട് അവരെല്ലാവരെയും സുഖപ്പെടുത്തട്ടെ. നമുക്ക് വേണ്ടി മധ്യസ്ഥയായിട്ട് പരിശുദ്ധ അമ്മ ഇവിടെയുണ്ട്. നമ്മുടെ ഹൃദയത്തോട്, നമ്മുടെ കുടുംബത്തോട്, ഈ ലോകത്തോട് ചേർന്നുകൊണ്ട് തന്നെ നമുക്ക് വേണ്ടി മധ്യസ്ഥ യാചിക്കുവാൻ അവളുണ്ട്. എല്ലാ രോഗികളെ, പ്രത്യേകിച്ച് ഇന്ന ദിവസം ജന്മദിനം, വിവാഹ വാർഷികം, മരണവാർഷികം, മരണ ഓർമ്മ ആചരിക്കുന്നവർ, നാം പ്രാർത്ഥിക്കാൻ കടപ്പെട്ടുള്ളവർ, നാം പ്രാർത്ഥിച്ചോളാമെന്ന് പറഞ്ഞ് ഉറപ്പ് കൊടുത്തിട്ടുള്ളവരുണ്ട്. അവരെയൊക്കെ ഓർക്കാം. എല്ലാവരെയും ദൈവസന്നിധിയിലേക്ക്, ഈശ്വര ആരാധ്യമായ തിരുഹൃത്തിലേക്ക് പരിശുദ്ധ മൊഴിയായി സമർപ്പിച്ചുകൊണ്ട് ഏറ്റവും ഭക്തിപൂർവ്വം ഈ രഹസ്യത്തിൽ പങ്കെടുക്കാം. 5-ാം ദിവ്യരഹസ്യം. പരിശുദ്ധ ദൈവമാതാവ് പരലോകത്തിൽ എത്തിയ ഉടനെ തന്നെ തൻ്റെ ദിവ്യകുമാരനാൽ സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും രാജ്ഞിയായി മുടി ധരിപ്പിക്കപ്പെട്ടുവെന്ന് നമുക്ക് ധ്യാനിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു.
അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, അതിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഓ എന്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ, നരകാഗ്നിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും വിശിഷ്യ അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ള ആത്മാക്കളെയും സ്വർഗ്ഗത്തിലേക്ക് ആനയിക്കണമേ. പരിശുദ്ധ പരമ ദിവ്യകന്യകയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞിയും ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ആവേ 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 മരിയ, ആവേ 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 മരിയ. ആവിലയിലെ വിശുദ്ധ അമ്മ ത്രേസ്യ പറയുന്നെങ്ങനെയാണ്: മക്കളെ, നിങ്ങൾ ഓരോ ജപമാല ചെല്ലിയതിനു ശേഷം ആ നിയോഗങ്ങൾ നിങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാം പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം വഴിയായി ഈശോയുടെ ആരാധ്യമായ തിരുഹൃദയത്തിലേക്ക് ചേർത്ത് വയ്ക്കുക. അനുഗ്രഹങ്ങൾ, അഭിഷേകങ്ങൾ, കൃപകൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് അമ്മ മേടിച്ചു തരും. നമ്മളെല്ലാ നിയോഗങ്ങളും അമ്മ വഴി ചേർത്ത് വയ്ക്കുകയാണ്. നമ്മുടെ കുടുംബത്തെയും നമ്മുടെ ജീവിത പങ്കാളിയെയും മക്കളെയും മാതാപിതാക്കന്മാരെയും നമ്മൾ സമർപ്പിച്ച എല്ലാ നിയോഗങ്ങളും ഇതാ ഈശോയുടെ സന്നിധിയിലേക്ക് കൊടുക്കുകയാണ്. രണ്ട് കരം ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് ജപമാലയുടെ ഒപ്പം തന്നെ ചേർത്ത് വെച്ചുകൊണ്ട് ഈ ആത്മസമർപ്പണം നമുക്ക് നടത്താം. മുഖ്യ വിശുദ്ധ മിഖായേലേ, ദൈവദൂതന്മാരായ വിശുദ്ധ ഗബ്രിയേലേ, വിശുദ്ധ റഫായേലേ, മഹാത്മാവായ വിശുദ്ധ യൗസേപ്പേ, സ്ലീഹന്മാരായ വിശുദ്ധ പത്രോസേ, മാർ പൗലോസേ, മാർ യോഹന്നാനേ, ഞങ്ങളുടെ പിതാവായ മാർത്തോമ, ഞങ്ങൾ വലിയ പാപികളായിരിക്കുന്നുവെങ്കിലും ഞങ്ങൾ ജപിച്ച ഈ പ്രാർത്ഥന നിങ്ങളുടെ കീർത്തനങ്ങളോട് ഒന്നായി ചേർത്ത് പരിശുദ്ധ ദൈവമാതാവിൻ്റെ തൃപാദങ്ങൾ കാഴ്ചവെക്കുവാൻ നിങ്ങളോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എത്രയും ദൈവമുള്ള മാതാവേ, നിന്റെ സങ്കേതത്തിൽ ഓടിവന്ന് നിന്റെ സഹായം തേടി നിന്റെ മാധ്യസ്ഥം അപേക്ഷിച്ചവരിൽ ഒരുവനെയെങ്കിലും നീ ഉപേക്ഷിച്ചതായി കേട്ടിട്ടില്ല എന്ന് നീ ഓർക്കണമേ. കന്യകളുടെ രാജ്ഞിയായ കന്യകേ, ദയുള്ള മാതാവേ, ഈ വിശ്വാസത്താൽ ധൈര്യപ്പെട്ട് നിന്റെ തൃപ്പാദത്തങ്ങൾ ഞാൻ അണയുന്നു. നെടുവർപ്പെട്ട് കണ്ണുനീർ ചിന്തി പാപിയായ ഞാൻ നിന്റെ ദയയുടെ ആഴത്തെ കാത്തുകൊണ്ട് നിന്റെ സന്നിധിയിൽ നിൽക്കുന്നു. അവതരിച്ച വചനത്തിൻ മാതാവേ, എൻ്റെ അപേക്ഷയെ ഉപേക്ഷിക്കാതെ ദയാപൂർവം കേട്ടല്ലണമേ. ആമേൻ. ഇതാ നമ്മുടെ എല്ലാ നിയോഗങ്ങളും, നമ്മുടെ ജീവിതവും മനസ്സും ശരീരവും ആത്മാവെല്ലാം ഈശോയുടെ സന്നിധിയിലേക്ക് നമ്മൾ പരിശുദ്ധമോയെ കൊടുത്തു കഴിഞ്ഞു. നമ്മൾ ഈശോയുടെ സ്വന്തമായി. അമ്മ നമ്മളെല്ലാവരെയും സ്വന്തമാക്കിയിരിക്കുക. നമുക്കും ആമയെ സ്വന്തമാക്കിക്കൊണ്ട് ആ ദിവികന്റെ നാഥനെ ആരാധിച്ചുകൊണ്ട് പരിശുദ്ധാത്മ അഭിഷേകത്തിനായിട്ട് നമുക്കൊരുങ്ങാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശു ആരാധന, യേശു മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ. വചനം ശ്രവിക്കാനായിട്ട് ഞങ്ങൾ ഒരുങ്ങുമ്പോൾ ഓ പരിശുദ്ധ അമ്മേ, ഞങ്ങളുടെ കൂടെ ഉണ്ടാവണമേ. ഞങ്ങളുടെ ഹൃദയത്തെ ജ്വലിപ്പിക്കുവാൻ ഞങ്ങൾക്ക് വേണ്ടി നീ മാധ്യസ്ഥം യാചിക്കണമേ. ഇതാ ഈ ലോകം മുഴുവനെയും നിന്റെ വിമല ഹൃദയത്തിലേക്ക് ഞങ്ങൾ പ്രതിഷ്ഠിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. ഓ പരിശുദ്ധാത്മാവേ, ഓ സ്വർഗീയ ശക്തിയെ ഈ നിമിഷം ഞങ്ങളിലേക്ക് പെയ്തിറങ്ങട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. മക്കളെ സമർപ്പിക്കുക, നിങ്ങൾ തന്നെ മുഴുവനായി സമർപ്പിക്കുക. നിങ്ങളുടെ ജീവിതത്തിലെ ഓരോ തലങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ശരീരവും മനസ്സും ആത്മാവെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. സ്വർഗത്തിന്റെ ദാനമായ പരിശുദ്ധ അമ്മ വഴി ഈശോയുടെ ആരാധ്യമായ തിരുത്തിലേക്ക് ചേർത്ത് വെച്ച് ആ സ്വർഗത്തിന്റെ അഭിഷേകം അതിന്റെ പൂർണ്ണതയിൽ സ്വന്തമാക്കുവാൻ ഈ ഹോളി വെപ്പൻ അഭിഷേക ശുശ്രൂഷയിലൂടെ ദൈവം നമുക്കിതാ ഒരുക്കി തന്നിരിക്കുകയാണ്. വിട്ടുകൊടുക്ക്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ ആരാധന. ഓ പരിശുദ്ധാത്മാവ് ഇറങ്ങി വരട്ടെ. നിത്യസഹായകന പരിശുദ്ധാത്മാവ് ഇറങ്ങി വരട്ടെ. ഈ ലോകം മുഴുവനെയും വിശുദ്ധീകരിക്കട്ടെ. ദേശങ്ങളെ വിശുദ്ധീകരിക്കട്ടെ. ഓരോ കുടുംബങ്ങളെ വിശുദ്ധീകരിക്കട്ടെ. നമ്മുടെ നാടിനെ വിശുദ്ധീകരിക്കട്ടെ. ഓരോ മക്കളെയും വിശുദ്ധീകരിക്കട്ടെ. ഓ പരിശുദ്ധാത്മാവേ, ഇസാന്റെ പ്രകാശമേ, നിത്യപ്രകാശമേ, നിത്യസഹായകനെ, ഇസാന്റെ പ്രകാശം അഗ്നിയായും അവിടുത്തെ പരിശുദ്ധൻ ജ്വാലയായി മാറും. അത് ജ്വലിച്ചൊറ്റ ദിവസം കൊണ്ട് അവന്റെ മുള്ളുകളും മുൾച്ചെടികളും ദഹിപ്പിച്ചു കളയും. ഓ പരിശുദ്ധാത്മാവേ,
ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. ഞങ്ങളിലേക്ക് പെയ്തിറങ്ങണമേ. ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക്, ഞങ്ങളുടെ രോഗാവസ്ഥകളിലേക്ക്, ഞങ്ങളുടെ മക്കളിലേക്ക്, ഞങ്ങളുടെ മാതാപിതാക്കന്മാരിലേക്ക്, ഞങ്ങളുടെ ഭവനങ്ങളിലേക്ക്, ഞങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് ഓ പരിശുദ്ധാത്മാവേ ഇറങ്ങി വരണമേ. ത്രിയേക ദൈവമേ, പരിശുദ്ധാത്മാവിനെ അയക്കണമേ. ഹല്ലേലൂയ. അമ്മ നമ്മുടെ സ്വന്തമാണ്. കുരിശിൽ വെച്ചുകൊണ്ട് ഈശോ നമുക്ക് ദാനമായി നൽകിയ അമ്മ, ആ അമ്മയെ സ്വന്തമാക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മുടെ സ്വന്തമാവും. ഈശോ നമ്മുടെ സ്വന്തമാവും. അമ്മേ, യേശുവിനമ്മ എൻ സ്വന്തമമ്മ, ഈശോ എനിക്കായി നൽകിയോരമ്മ. യേശുവിനമ്മ എൻ സ്വന്തമമ്മ, ഈശോ എനിക്കായി നൽകിയോരമ്മ. ഞാൻ നിന്റെ സ്വന്തം, നീ എൻ്റെ സ്വന്തം, എന്നെന്നും ഞാനെൻ അമ്മതൻ സ്വന്തം. ഞാൻ നിന്റെ സ്വന്തം, നീ എൻ്റെ സ്വന്തം, എന്നെന്നും ഞാനെൻ യേശുവിൻ സ്വന്തം. അമ്മേ അമ്മേ യേശുവിൻ അമ്മേ, അമ്മേ അമ്മേ എൻ്റെ മാതാവേ, പ്രാർത്ഥിക്കണേ എന്നും ഈശോയോട്, യാചിക്കണേ എന്നും ഈശോയോട്. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 19-ാം അധ്യായം 26 മുതൽ 27 വരെയുള്ള വാക്യങ്ങൾ. യേശു തൻ്റെ അമ്മയും താൻ സ്നേഹിച്ച ശിഷ്യനും അടുത്തു നിൽക്കുന്നത് കണ്ട് അമ്മയോട് പറഞ്ഞു, സ്ത്രീയെ, ഇതാ നിന്റെ മകൻ. അനന്തരം അവൻ ആ ശിഷ്യനോട് പറഞ്ഞു, ഇതാ നിന്റെ അമ്മ. അപ്പോൾ മുതൽ ആ ശിഷ്യൻ അവളെ സ്വന്തം ഭവനത്തിൽ സ്വീകരിച്ചു. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. യേശുവേ നന്ദി. യേശുവേ നന്ദി. യേശുവേ ആരാധന. യേശുവേ ആരാധന. ഒരു കുട്ടി തൻ്റെ അമ്മയോട് പറയുകയാണ്, അമ്മേ, എനിക്കൊരു വൈദികനാവണം. അപ്പോൾ അമ്മ പറഞ്ഞു, മകനെ, നിന്റെ ആഗ്രഹമൊക്കെ നല്ലതാ, പക്ഷേ നിനക്കതിനുള്ള കഴിവൊന്നുമില്ല. ഒരു കാര്യം നീ ചെയ്യ്. ഇതാ അമ്മ നിനക്ക് ജപമാല നൽകുകയാണ്. നീ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുക. ആ കുഞ്ഞ് തൻ്റെ കരങ്ങളിലേക്ക് ജപമാല ഏറ്റുവാങ്ങി. അവനെല്ലാ ദിവസവും ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമായിരുന്നു. പിന്നീട് സെമിനാരിൽ ചേരുവാനുള്ള പ്രായമായപ്പോൾ അമ്മയോട് പറഞ്ഞു, അമ്മേ, എനിക്ക് സെമിനാരിൽ ചേരണം, വൈദികനാവണം. അമ്മ പറഞ്ഞു, മോനെ, ഞാൻ നിന്നോട് പണ്ടേ പറഞ്ഞിട്ടുള്ളതല്ലേ, നിനക്ക് അതിനുള്ള കഴിവൊന്നുമില്ല. പക്ഷെ നീ ഒരു കാര്യം ചെയ്യ്, ഈ ജപമാല ചൊല്ലിയൊന്ന് പ്രാർത്ഥിക്കുക എല്ലാ ദിവസവും. അവ സെമിനാരിൽ ചേർന്നു. പിന്നീട് പട്ടം സ്വീകരിച്ച് വീട്ടിൽ വന്നപ്പോൾ അമ്മ പറഞ്ഞു, മോനെ, ഞാൻ നിൻ്റെ കുർബാനയിലൊക്കെ പങ്കെടുത്തു, കൊള്ളാം, പക്ഷെ നിനക്ക് പ്രസംഗിക്കാനുള്ള കഴിവൊന്നുമില്ല കേട്ടോ. നീ ഒരു കാര്യം ചെയ്യ്, എല്ലാ ദിവസവും ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുക. പിന്നീട് ആ വൈദികൻ മെത്രാനായി ഭവനത്തിൽ വന്നു. അമ്മ പറഞ്ഞു, നീ ഇപ്പോഴും പണ്ടത്തെ പോലെ തന്നെയാ മകനെ, ജപമാല മുടക്കരുത്. തൻ്റെ അമ്മ പറഞ്ഞത് കേട്ട് ആ മെത്രാനായ മകൻ ഹൃദയത്തിൽ ഏറ്റുവാങ്ങിക്കൊണ്ട് തൻ്റെ അനുദിന ജീവിതത്തിൽ ജപമാല ചൊല്ലാൻ തുടങ്ങി. ഒരിക്കൽ പോലും ആ ജപമാല അവൻ താഴ്ത്തി വെച്ചിട്ടില്ല. ഒരു സുപ്രഭാതത്തിൽ അദ്ദേഹത്തിന് ഏകദേശം 79 വയസ്സ് പ്രായമുള്ളപ്പോൾ ത്രിയേക ദൈവം ആ മകനെ കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷനായിട്ട് ഉയർത്തുകയാണ്. ആ രാത്രിയിൽ ആ പിതാവിന് ഉറങ്ങാൻ പറ്റിയില്ല. അത് മറ്റാരുമല്ലായിരുന്നു, വിശുദ്ധ ജോൺ 23-ാം മാർപ്പാപ്പയായിരുന്നു. ആ രാത്രിയിൽ ആശങ്ക കൊണ്ട്, ആകുലത കൊണ്ട്, തനിക്ക് വഹിക്കാൻ പറ്റാത്ത കുരിശാണല്ലോ എൻ്റെ തോളത്ത് വെച്ചിരിക്കുക, ഇതിനെനിക്ക് സാധ്യമാവുമോ? അദ്ദേഹത്തിന് ഉറങ്ങാൻ പറ്റിയില്ല. ആ രാത്രിയിൽ ഈശോ അദ്ദേഹത്തിന് പ്രത്യക്ഷപ്പെടുകയാണ്. എന്നിട്ട് പറഞ്ഞു, പോപ്പ് ജോൺ, ഡോണ്ട് ബി ടു സീരിയസ്, ഐ ആം സ്റ്റിൽ ദ ഹെഡ് ഓഫ് ദ ചർച്ച്.
പോപ്പ് ജോണേ, നീ എന്തിനാ ഇത്ര ഗൗരവക്കാരനായിട്ടിരിക്കുക? ഞാൻ തന്നെയാണ് ഇപ്പോഴും സഭയുടെ തലവൻ. പ്രിയമുള്ളവരെ, ഇന്നും സഭയെ നയിക്കുന്നത് ക്രിസ്തുവാണ്. പത്രോസ് ആവുന്ന പാറമേൽ ക്രിസ്തു സഭ പണിതിട്ടുണ്ടെങ്കിൽ അതിനെ നയിക്കുന്നത് ക്രിസ്തു തന്നെയാണ്. ഞാൻ ആരെന്നാണ് ജനങ്ങൾ പറയുന്നത്? ശിഷ്യന്മാർ പറഞ്ഞു, നീ മോശയാണ്, ഏലിയാണ്. പലർക്കും പല ഉത്തരങ്ങളാണ്. ഈശോ വളരെ വ്യക്തിപരമായിട്ട് അവരോട് ചോദിച്ചു, മക്കളെ പറയേ, ഞാൻ ആരെന്നാണ് നിങ്ങൾ പറയുന്നത്? ആ നിമിഷം പത്രോസ് എടുത്തിയാടി ഉത്തരം പറയുന്നുണ്ട്. വളരെ മനോഹരമായിട്ടുള്ള ആ ഉത്തരം നമ്മുടെ ഹൃദയത്തിലൊക്കെ അടിയുറച്ച് ബോധ്യം നൽകുന്ന വിശ്വാസമാണ്. നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ക്രിസ്തു അത്ഭുതപ്പെട്ടു പോവുകയാണ്. പത്രോസിന് അങ്ങനെയുള്ള ഉത്തരവൊന്നും പറയാനുള്ള കഴിവില്ല. ഈശോ പറയാണ്, യോനയുടെ പുത്രനായ ശിമിയോനെ, മാംസരക്തങ്ങളല്ല, സ്വർഗ്ഗസ്ഥനായ പിതാവാണ് നിനക്കിത് വെളിപ്പെടുത്തി തന്നത്. നരക കവാടങ്ങൾ നിനക്കെതിരെ പ്രബലപ്പെടുകയില്ല. നീ ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിലും അഴിക്കപ്പെട്ടിരിക്കും, ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കും. പത്രോസ് ആവുന്ന പാറമേല് കർത്താവ് പണിതുയർത്തിയ ആ സഭയെ നയിക്കുന്നത്, പ്രിയമുള്ളവരെ, ക്രിസ്തു തന്നെയാണ്. ഫുൾട്ടൻ ജെൻഷൻ പറയുന്നത് എങ്ങനെയാണ്? യഥാർത്ഥ ക്രിസ്ത്യാനി മുറിവേറ്റ ക്രിസ്ത്യാനിയാണ്. യഥാർത്ഥ സഭ മുറിവേറ്റ സഭയാണ്. യഥാർത്ഥ ക്രിസ്തു മുറിവേറ്റ ക്രിസ്തുവാണ്. മുറിവേറ്റ ക്രിസ്തു ഇന്നും നമ്മുടെ സഭയെ നയിക്കുകയാണ്. പോപ്പ് ജോൺ, ഡോണ്ട് ബി ടു സീരിയസ്. നമ്മൾക്ക് പലപ്പോഴും ടെൻഷൻ അടിച്ച് അനാവശ്യമായ കാര്യങ്ങളെ ഓർത്ത്, അല്ലെങ്കിൽ ജീവിത പ്രാരാബ്ധങ്ങളെയൊക്കെ ഓർത്ത് നിരാശപ്പെട്ടൊക്കെ കിടക്കുകയായിരിക്കാം. അല്ലെങ്കിൽ അങ്ങനെ ഒരു ജീവിതം നയിക്കുകയായിരിക്കും. മാനസികമായിട്ടും ശാരീരികമായിട്ടും ആത്മീയമായിട്ടെല്ലാം ഒരുപക്ഷെ ദൈവത്തെയും കൂടെയുള്ളവരെയൊക്കെ പഴിച്ച് ജീവിക്കുന്ന ഒരു സാഹചര്യം. എന്നാൽ ഇതാ ദൈവം പറയുക, എന്തിനാ മകളെ, എന്തിനാ മകനെ നീ ഇങ്ങനെ ആകുലപ്പെടുന്നത്? ഞാൻ നിന്റെ കൂടെയില്ലേ? ഞാൻ നിന്റെ ദൈവമല്ലേ? എന്നും നിന്റെ കൂടെ ഉണ്ടായിരിക്കും ലോകാവസാനത്തോളം. പ്രിയമുള്ളവരെ, ആ പോപ്പ് ജോണിനോട് ആ ഈശോ അപ്രകാരം പറഞ്ഞപ്പോൾ അതവന് വലിയ ആത്മധൈര്യം നൽകി. അങ്ങനെ സുഖമായിട്ട് കിടന്നുറങ്ങി. പിറ്റേ ദിവസം അതിരാവിലെ വിശുദ്ധ പത്രോസിന്റെ നാമധേയത്തിലുള്ള ആ ദേവാലയത്തിലേക്ക് ഇതാ ഈ പോപ്പ് ജോൺ ഓടി ചെല്ലുകയാണ്. അവിടെ വളരെ മനോഹരമായിട്ടുള്ള പരിശുദ്ധ അമ്മയുടെ രൂപം അലങ്കരിച്ച് വെച്ചിട്ടുണ്ട്. ഈ പിതാവ് ഓടി ചെന്നിട്ട് ആ അമ്മയെ ഇങ്ങനെ വട്ടം ചേർത്ത് പിടിക്കുകയാണ്. എന്നിട്ട് പറയുക, എൻ്റെ അമ്മ എന്നോട് പറഞ്ഞിട്ടുണ്ട്, നിനക്ക് വഹിക്കാൻ പറ്റാത്ത കുരിശുകൾ നീ ചുമക്കേണ്ടി വരുമ്പോൾ ആ കുരിശ് കൊണ്ട് നീ കയ്യിലെടുത്തുകൊണ്ട് ആ അമ്മയുടെ ചങ്കിൽ കൊണ്ട് നീ ഒന്ന് നാട്ടിവെക്ക. അവൾ ആ കുരിശ് നിനക്ക് വേണ്ടി ചുമന്നുകൊള്ളും. പ്രിയമുള്ളവരെ, പ്രായമായ ആ മനുഷ്യൻ മനസ്സിലായി, എനിക്ക് പറ്റില്ല ഇത്. കർത്താവ് ശക്തിപ്പെടുത്തി, ഞാൻ നിന്റെ കൂടെയുണ്ട്. എന്നാൽ ആ കൂടെയുള്ള അനുഭവം അവൻ സ്വന്തമാക്കിയത് പരിശുദ്ധ അമ്മയെ സ്വന്തമാക്കിയപ്പോഴാ. ആ അമ്മയുടെ ചങ്കിലേക്ക് തനിക്ക് വഹിക്കാൻ പറ്റാത്ത ആ കുരിശിനെ ചേർത്ത് വെച്ചപ്പോൾ, നാട്ടിവെച്ചപ്പോൾ സഭയെ നയിച്ച അതിശക്തനായിട്ടുള്ള മാർപ്പാപ്പയായിട്ട് മാറുകയാണ് 23-ാം യോഹന്നാൻ മാർപ്പാപ്പ. പുതിയൊരു പെന്തക്കോസ്ത് അനുഭവം നൽകിയത് ആ വിശുദ്ധനിലൂടെയാണ്, ആ പിതാവിലൂടെയാണ്. മറ്റൊരു കുട്ടി ഇതുപോലെ തന്നെ സെമിനാരിൽ ചേരാൻ ആഗ്രഹിച്ച് അപ്പനോടും അമ്മയോടും ഒക്കെ അനുവാദം വാങ്ങിച്ച് സെമിനാരിൽ ചേർന്നു. പക്ഷെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ചുരുളിദീനം, വിഷമമായി. ഇനി എന്താ ചെയ്യുക? ആ സമയത്ത് റെക്ടർച്ചൻ പറഞ്ഞു, മകനെ, ഒരു കാര്യം, ഈ ഒരു ദീനവും വെച്ചുകൊണ്ട് നിനക്ക് വൈദികനാകാൻ സാധ്യമല്ല. നീ ഒരു കാര്യം ചെയ്യ്, തിരിച്ചു പോവുക. പക്ഷേ ഇതാ ജപമാല നീ ചൊല്ലിക്കോ, പരിശുദ്ധമ്മ നിന്നെ സഹായിക്കും. ഒത്തിരി വിഷമിച്ച് ആ മകൻ പോവുകയാണ്. എങ്കിലും ചങ്കോട് ചേർത്ത് പിടിച്ച് ആ ജപമാലയുമായിട്ട് പിന്നീട് ജപമാല അനുദിനം ചൊല്ലി ആ രോഗം അവൻ്റെ ജീവിതത്തിൽ മാറ്റപ്പെടുകയാണ്. പിന്നീട് സെമിനാരിൽ ചേർന്ന് വൈദികനായി, മെത്രാനായി, പിന്നീട് കർദിനാളായി, സഭയുടെ തലവനായി മാറ്റപ്പെട്ടു. 9-ാം പീയൂസ് മാർപ്പാപ്പ. ഈ 9-ാം പീയൂസ് മാർപ്പാപ്പ പറയുന്നത് ഇങ്ങനെയാണ്,
പ്രിയപ്പെട്ടവരെ, നിന്റെ ഹൃദയത്തിൽ നിനക്ക് സമാധാനം വേണമോ? നിന്റെ കുടുംബത്തിൽ നിനക്ക് സമാധാനം വേണമോ? ലോകരാജ്യങ്ങളിൽ സമാധാനം വേണമോ? സായങ്കാലങ്ങളിൽ ഒരുമിച്ചിരുന്ന് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുക. പ്രിയമുള്ളവരെ, ദൈവം നമുക്ക് നൽകിയ, അന്ത്യസമ്മാനമായി നൽകിയ, ക്രിസ്തു നൽകിയ ആ അമ്മയെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കുന്നവർക്ക് ജപമാല ശക്തിയാണ്, ആയുധമാണ്, ഹോളി വെപ്പനാണ്. ഒരുമിച്ചിരുന്ന് ജപമാല ചൊല്ലുമ്പോൾ പൈശാചിക ശക്തിയെ തകർക്കുന്ന സ്വർഗീയ സൈന്യമായി നമ്മൾ മാറ്റപ്പെടുകയാണ്. പ്രിയമുള്ളവരെ, ഈശോ കുരിശ് നൽകിയ ആ അമ്മയുണ്ടല്ലോ, ആ അമ്മ നമ്മുടെ കൂടെയുണ്ട്. പക്ഷെ പലപ്പോഴും നമ്മുടെ അനുഭവങ്ങളിൽ, നമ്മുടെ ചിന്തകളിൽ ഒരു ഉറപ്പ് കിട്ടുന്നില്ല. നമ്മുടെ തന്നെ സഭയിലെ വിശുദ്ധ ചാവറപ്പിതാവും എബ്രാസ്യമേയും അൽഫോൻസമയൊക്കെ വിശുദ്ധ അൾത്താരയിലേക്ക് ഉയർത്തപ്പെട്ടിട്ടുണ്ടെങ്കിൽ, പ്രിയമുള്ളവരെ, പരിശുദ്ധ അമ്മയോടുള്ള ഭക്തി കൊണ്ട് കുടവച്ചൂരുള്ള ദേവാലയത്തിലേക്ക് ചാവറപ്പിതാവിൻ്റെ അമ്മ ആ കുഞ്ഞുമായിട്ട് കടന്നു ചെല്ലുന്നുണ്ട്. ആ അമ്മയുടെ കരങ്ങളിലേക്ക്, ആ അമ്മയുടെ വിമലഹൃദയത്തിലേക്ക് ആ മകനെ ചേർത്ത് വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. അമ്മേ, ഈ കുഞ്ഞ് നിന്റേതാണ്. ഇതാ ഞാൻ നിനക്ക് മുമ്പിലേക്ക് ഈ കുഞ്ഞിനെ പരമേൽപ്പിക്കുന്നു. കൊച്ചുരേസ്യ പുണ്യവതിയുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് തനിക്ക് ലഭിച്ച ഉൾക്കാഴ്ചയാണ് അൽഫോൻസാമ്മ എന്ന വിശുദ്ധിയെ നമുക്ക് നൽകിയത്. കൊച്ചുരേസ്യ പുണ്യവതി ആ അമ്മയെ നോക്കി പറയുമായിരുന്നു, ആ അമ്മയെ നോക്കി ചിരിക്കുമായിരുന്നു, ആ അമ്മയോട് തൻ്റെ ദുഃഖങ്ങളെല്ലാം പറയുമായിരുന്നു. ചിരിക്കുകയും കരയുകയും ആശ്വാസം തേടുകയും ചെയ്യുന്ന വിശുദ്ധ കൊച്ചുരേസ്യ പുണ്യവതി പരിശുദ്ധ അമ്മയിൽ നിന്ന് ആ അമ്മയുള്ള ഭക്തി മനസ്സിലാക്കി അൽഫോൻസാമ്മ ഇതുപോലെ തന്നെ ചെയ്യുമായിരുന്നു. അമ്മയെ നോക്കി ചിരിക്കുകയും കരയുകയും ചെയ്യുക. പ്രിയമുള്ളവരെ, ഈ അമ്മ എങ്ങനെയാണ് നമുക്ക് നമ്മുടേതായ ഭാഷയിൽ വ്യാഖ്യാനിക്കാൻ പറ്റുക? സ്വർഗം നൽകിയ ഗോവണിയല്ലേ അവൾ. ദൈവം ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന ഗോവണി. ആ ഗോവണിയിലൂടെ മനുഷ്യകുലം മുഴുവനും കയറിപ്പോണം. അന്ത്യസമ്മാനമായി നൽകിയ അമ്മയെ നിന്റെ അമ്മയായിട്ട് നീ ഹൃദയത്തിലേക്ക് സ്വീകരിക്കുക. ആ നിമിഷം അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കും. വിശുദ്ധ എപ്പിഫാനോസ് പറയുന്നത് ഇങ്ങനെയാണ്: പരിശുദ്ധ മറിയത്തിന്റെ മഹിമാതിശയത്തെ പറ്റി ഞാൻ എന്ത് പറയാനാണ്, എന്ത് പ്രസംഗിക്കാനാണ്? എല്ലാ സൃഷ്ടികൾക്കും ഉപരിയാണവൾ. ക്രോവേ സാപ്പന്മാരെക്കാളും എല്ലാ വാനാരൂപികളെക്കാളും പ്രകൃതിയെ തന്നെ സുന്ദരിയാണവൾ. സ്വർഗത്തിലെയും ഭൂമിയിലെയും സ്വരങ്ങളെല്ലാം കൂടിയാലും അവളെ പുകഴ്ത്തുവാൻ സാധ്യമാകുകയില്ല. എന്തിന്, മാലാഹമാരുടെ നാദം പോലും അപര്യാപ്തമാണ്. പരിശുദ്ധ കന്യകേ, നിർമ്മലയായ മാടപ്രാവേ, സ്വർഗീയ മണവാട്ടി മറിയം, നീ സ്വർഗമാണ്. ദൈവത്തിന്റെ കൂടാരവും സിംഹാസനവുമായ സ്വർഗമാണ് നീ. സ്വർഗത്തിലും ഭൂമിയിലും ഉജ്ജ്വലമായി പ്രകാശിക്കുന്ന ക്രിസ്തു നിന്റേതാകുന്നു. സുന്ദരിയായ കാർമേഘമേ, ഒരു ഇടിമിന്നൽ പോലെ നീ ക്രിസ്തുവിനെ ഭൂമിയിൽ കൊണ്ടുവന്നു. ഒരു ഇടിമിന്നൽ പോലെ നീ ഭൂമിയിലേക്ക് ക്രിസ്തുവിനെ കൊണ്ടുവന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. പ്രിയമുള്ളവരെ, ക്രിസ്തുവിനെ കൊണ്ടുവന്ന അവൾ, ആ ക്രിസ്തുവിനെ സ്വന്തമാക്കുവാൻ നമ്മൾ അമ്മയെ സ്വന്തമാക്കണം. വിശുദ്ധ 12-ാം പീസ് മാർപ്പാപ്പ പറയുന്നത് എങ്ങനെയാണ്: ക്രിസ്തുവാകുന്ന ശിരസ്സുമായിട്ട് ശരീരമാകുന്ന സഭയെ കൂട്ടിയോജിപ്പിക്കുന്ന കഴുത്താണ് പരിശുദ്ധ അമ്മ. ആ അമ്മയെ വണങ്ങുമ്പോൾ, ആ അമ്മയെ പുകഴ്ത്തുമ്പോൾ, ആ അമ്മയുടെ നാമത്തെ പുകഴ്ത്തുമ്പോൾ, പ്രിയമുള്ളവരെ, ക്രിസ്തുവിന്റെ മഹത്വം കുറയുന്നില്ല. അവിടുത്തെ തിരുക്കുമാരനായ ഈശോയ്ക്ക് കൂടുതൽ മഹത്വം കൊടുക്കുക, അവിടുത്തെ ആരാധിക്കുകയാണ് നാം ചെയ്യുന്നത്. ആ അമ്മയെ സ്വന്തമാക്കുന്നവൻ ക്രിസ്തുവിനെ സ്വന്തമാക്കും. ആ അമ്മയോടുള്ള ഭക്തി, ജപമാല ഭക്തി ആഴത്തിൽ പതിയേണ്ട കാലഘട്ടമാണ്. ഈ പ്രത്യേകിച്ച് ഈ മാസം ജപമാല ചൊല്ലിയൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ അമ്മയോട് നമുക്ക് ചേർന്ന് നിൽക്കാം. കുരിശിൽ നിന്ന് ദാനമായി നൽകിയ ആ അമ്മ, അമ്മയെക്കുറിച്ച് എന്താ പറയാൻ? മനുഷ്യ നാവുകൾ കൊണ്ട് സാധ്യമല്ല. അമ്മയെക്കുറിച്ചൊക്കെ ധ്യാനിക്കുമ്പോൾ ഒത്തിരിയേറെ നല്ല ഓർമ്മകളാണ് കടന്നു വരിക. സുവിശേഷങ്ങളിലൂടെ കടന്നു ചെല്ലുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, ദർശനങ്ങളുടെ അമ്മയാണവൾ. ദൈവിക ദർശനങ്ങൾ മാലാഖയിലൂടെ അവൾക്ക് വെളിപ്പെടുത്തി കിട്ടുന്നുണ്ട്. അവളുടെ ജീവിതകാലം മുഴുവനും ഒരു ആത്മബന്ധം ദൈവമായിട്ട് അവൾ ഓരോ നിമിഷവും കാത്തു സൂക്ഷിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ദൈവത്തിന്റെ ദൂതൻ അവളുടെ അടുക്കിലേക്ക് വരുമ്പോൾ അവൾക്ക് പറയാൻ മടിയുണ്ടായിരുന്നില്ല.
ഇതാ കർത്താവിൻ്റെ ദാസി, ദർശനങ്ങളുടെ മക്കളാവണം നമ്മൾ. ഈ അമ്മയെ പുകഴ്ത്തുകയും വണങ്ങുകയും ചെയ്യുമ്പോൾ ദർശനങ്ങളുടെ മക്കളായി നാം മാറണം. അതിന് നമുക്ക് വേണ്ടത് ആത്മബന്ധമാണ്. ദൈവമായിട്ടുള്ള ആത്മബന്ധം, ദൈവമായിട്ട് ആലോചന ചെയ്യണം. To be connected, we need to be disconnected. ദൈവമായിട്ട് ബന്ധപ്പെടുവാൻ, ദൈവമായിട്ട് ആലോചന ചോദിക്കുവാൻ ചില കാര്യങ്ങളിൽ നിന്ന്, ചില വ്യക്തികളിൽ നിന്ന്, ചില സാഹചര്യങ്ങളിൽ നിന്ന് we need to be disconnected. ബന്ധം വിച്ഛേദിക്കേണ്ടി വരും. ആമ പൂർണ്ണമായിട്ടും വിട്ടുകൊടുത്തവളാ. അതുകൊണ്ടല്ലേ മാലാഖ പറഞ്ഞത്, കൃപ നിറഞ്ഞവളെ സ്വസ്തി, കർത്താവ് നിന്നോട് കൂടെ. അവൾക്ക് നല്ല ബോധ്യമുണ്ടായിരുന്നു കർത്താവ് അവളുടെ കൂടെയുണ്ടെന്ന്. അതുകൊണ്ട് തന്നെ ഞാൻ പറയും, അവൾ തൻ്റെ ഇടങ്ങളുടെ അമ്മയായിരുന്നു. തൻ്റെ ഇടങ്ങളുടെ അമ്മ എന്താണ് സൂചിപ്പിക്കുന്നത്? ആത്മശക്തിയുടെ നിറവ് അവൾക്കുണ്ടായിരുന്നു. ദൈവത്തിന്റെ ദൂതൻ അവളോട് പറയുകയാണ്, നീ ഒരു കുഞ്ഞിനെ പ്രസവിക്കും. അവൾ ചോദിച്ചില്ലേ, ഇത് ഞാൻ എങ്ങനെ അറിയും? അങ്ങനെ ചോദിക്കാനുള്ള തൻ്റെ ഇടം അവൾക്കുണ്ടായിരുന്നു. ആ തൻ്റെ ഇടത്തെ കർത്താവ് മഹത്വീകരിക്കുന്നുണ്ട്, വിലമതിക്കുന്നുണ്ട്. അതുകൊണ്ട് അവൾക്ക് ഉത്തരം കിട്ടുന്നുണ്ട്. സ്വർഗത്തിന്റെ ചൈതന്യം, പരിശുദ്ധാത്മ ശക്തി നിന്റെ മേൽ വരും, അത്യുന്നത ശക്തി നിന്റെ മേൽ ആവസിക്കും. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിന്റെ മേല് പരിശുദ്ധാത്മ ശക്തി ഇറങ്ങി വരട്ടെ. അവിടെ നിനക്ക് തൻ്റെ ഇടം ഉണ്ടാവും. ദൈവത്തോട് ആത്മബന്ധമുള്ളപ്പോൾ എന്തും ചോദിക്കാനുള്ള ധൈര്യം. ഈ അമ്മ ക്രിസ്തുവിനെ ഉദരത്തിൽ വഹിച്ചുകൊണ്ട് ഇറങ്ങിപ്പോകുന്നുണ്ട്. തൻ്റെ ഇടങ്ങളുടെ അമ്മ, ചരിക്കുന്ന അമ്മ, നല്ല തൻ്റെ ഇടത്തോടുകൂടിയാ അവൾ ഇറങ്ങിപ്പോവുക. ആ കാലഘട്ടത്തിൽ ആ യുവതിയായ, ആ കന്യകയായ പെൺകുട്ടിക്ക് എങ്ങനെ ആ മലച്ചെരുവിലൂടെ യാത്ര ചെയ്യാൻ പറ്റും ഒറ്റയ്ക്ക്? അവൾക്ക് അതിനുള്ള തൻ്റെ ഇടം ഉണ്ടായിരുന്നു. അവൾക്ക് നല്ല ബോധ്യമുണ്ടായിരുന്നു, കർത്താവ് നിന്നോട് കൂടെ. അവൾ തനിച്ചല്ലായിരുന്നു, സ്വർഗം മുഴുവൻ അവളുടെ കൂടെ ഉണ്ടായിരുന്നു. നമുക്കൊക്കെ നഷ്ടപ്പെട്ടൊന്നൊരു വിചാരമാണത് പ്രിയമുള്ളവരെ. നമ്മളൊക്കെ തനിച്ച, എന്നെ സഹായിക്കാൻ ആരുമില്ല. എന്നാൽ എൻ്റെ കൂടെ ദൈവമുണ്ടെന്നുള്ള ബോധ്യം അവൾക്കുണ്ടായിരുന്നു. ആ തൻ്റെ ഇടം പ്രിയമുള്ളവരെ നമ്മൾ കാത്തു സൂക്ഷിക്കണം. കാനായിലെ കല്യാണ വിരുന്നിലേക്ക് നോക്കിയേ. അവിടെ ആ വീട്ടുകാരെല്ലാം വിഷമിച്ചിരിക്കുന്ന അവസരത്തിൽ നല്ല നേതൃത്വ പാടവത്തോടുകൂടി ആ പരിശുദ്ധമ്മ ഇറങ്ങി വരിക. ഒരു സാധാരണക്കാരി പെൺകുട്ടി ആ കുടുംബത്തിൽ ഇടപെടുക. ചില നേതൃത്വ പാഠവങ്ങൾ നമുക്ക് നല്ല ഉൾക്കാഴ്ച നൽകും. അവിടെ അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കും. പരിശുദ്ധമ്മ ഇറങ്ങി ചെല്ലുകയാണ്. ഇന്ന് നമ്മുടെ വ്യക്തി ജീവിതത്തിലേക്ക് അമ്മ ഇറങ്ങി വരും. വിളിക്കണം, ആ അമ്മയെ സ്വന്തമാക്കണം. സഹനങ്ങളുടെ അമ്മയവൾ ദൈവത്തിന്റെ അമ്മയായിട്ട് ഉയർത്തപ്പെടുമ്പോൾ അവൾക്ക് ലഭിച്ചത് വാളുകളാണ്. നിന്റെ ഹൃദയത്തിലൂടെ വാൾ കടന്നു വരും. ഉദരത്തിൽ ക്രിസ്തുവിനെ വഹിച്ച നിമിഷം മുതൽ ഈജിപ്തിലേക്ക് പലായനം ചെയ്യുന്നുണ്ട്. പിന്നീട് ആ കുരിശിൻ കീഴിൽ നിൽക്കുമ്പോൾ ആ അമ്മയും നോക്കിക്കേ, നല്ല തൻ്റെ ഇടമുണ്ട് അവളുടെ മുഖത്ത്. തൻ്റെ തിരുക്കുമാരനെ മടിയിൽ കിടത്തുമ്പോൾ ആ അമ്മയുടെ മുഖത്തേക്ക് നോക്കിക്കേ. ആ വ്യാകുലങ്ങളുടെ അമ്മയുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നല്ല തൻ്റെ ഇടമുണ്ടായിരുന്നു. കാരണം അവൾക്കറിയാം, എൻ്റെ ദൈവം എന്നോട് കൂടെയുണ്ട്. ആ സഹനത്തിൽ പിടിച്ചു നിൽക്കുവാനുള്ള തൻ്റെ ഇടം. നമ്മുടെയൊക്കെ വ്യക്തി ജീവിതത്തിൽ സഹനങ്ങളിലൂടെ, പ്രതിസന്ധികളിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് ഈ തൻ്റെ ഇടമില്ല, ഈ ആത്മശക്തിയില്ല. ഈ ആത്മശക്തി അമ്മയിൽ നിന്ന് വാങ്ങിച്ചെടുക്കണം. അതിനുള്ള വലിയൊരു അഭിഷേകത്തിൻ്റെ ജപമാല മണികളാണത് നമ്മുടെ കയ്യിലിരിക്കുന്ന ഹോളി വെപ്പൺ. ഒരു വ്യക്തിയും ജപമാല ചെല്ലുമ്പോൾ അഭിഷേകം 100 ഇരട്ടിയായിട്ട് വരിക. അവന് ലഭിക്കുന്ന തൻ്റെ ഇടമുണ്ടല്ലോ, അവന് ലഭിക്കുന്ന ആത്മശക്തി ഉണ്ടല്ലോ, അത് വർണ്ണിക്കാനാവില്ല. ഇതാ നിന്റെ മകൻ, ഇതാ നിന്റെ അമ്മ. ആ സമയം മുതൽ ആ ശിഷ്യൻ അവളെ സ്വന്തം ഭവനത്തിൽ സ്വീകരിച്ചു. പ്രിയമുള്ളവരെ, ഇപ്പോഴും നമ്മുടെ അമ്മയെ നമ്മുടെ സ്വന്തം ഭവനത്തിൽ, നമ്മുടെ ആത്മാവിൽ നാം സ്വീകരിച്ചിട്ടുണ്ടോ? കർത്താവിൻ്റെ അമ്മ എൻ്റെ അടുത്ത് വരെയുള്ള ഭാഗ്യം എനിക്ക് എവിടെ നിന്ന്? ആ അമ്മ നടന്നു പോയ വഴികളിലെല്ലാം സന്തോഷങ്ങളുടെ അമ്മയായിരുന്നു. എലിസബത്ത് ആ അമ്മയെ കാണുമ്പോൾ പറയുന്നില്ലേ, കർത്താവിൻ്റെ അമ്മ എൻ്റെ അടുത്ത് വരുവാനുള്ള ഭാഗ്യം എനിക്ക് എവിടെ നിന്ന്? ആ സമയം അവളുടെ ഹൃദയത്തില് ശിശു കുതിച്ചു ചാടുകയാണ്. ഒരു വ്യക്തി പരിശുദ്ധമ്മയെ സ്വന്തമാക്കുമ്പോൾ ആ അമ്മ എവിടെയുണ്ട്? അവിടെ പരിശുദ്ധാത്മാവുണ്ട്. പരിശുദ്ധമ്മയും പരിശുദ്ധാത്മാവുള്ളടുത്ത് ഈശോയുണ്ട്. അമ്മയും പരിശുദ്ധാത്മാവും ഈശോ എല്ലാം കൂടിച്ചേരുമ്പോൾ സ്വർഗം നമ്മുടെ ഉള്ളിലേക്ക് വരികയല്ലേ? അവിടെ സന്തോഷമല്ലേ? അതുകൊണ്ടല്ലേ പരിശുദ്ധ അമ്മ എപ്പോഴും സന്തോഷവതിയായിരുന്നു. എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ഞാൻ ആനന്ദിക്കുന്നു. എൻ്റെ ചിത്തം, പരിശുദ്ധമ്മയുടെ ചിത്തം, മനസ്സും ശരീരവും എല്ലാം ദൈവത്തിൽ ആനന്ദിച്ച്. പ്രിയമുള്ളവരെ, സന്തോഷിക്കണം. നമ്മുടെ ഉള്ളിലേക്ക്, നമ്മുടെ ജീവിതത്തിലേക്ക് പരിശുദ്ധ അമ്മ ഇറങ്ങി വരുമ്പോൾ അവിടെ ഈശോയുണ്ട്. ആ പരിശുദ്ധാത്മ അഭിഷേകത്താൽ
നമുക്കെല്ലാവർക്കും മറ്റുള്ളവരിലേക്ക് സന്ദേശം കൊടുക്കാൻ സാധിക്കും. നമ്മുടെ ഹൃദയത്തിലേക്കും മനസ്സിലേക്കെല്ലാം അമ്മയെ സ്വന്തമാക്കാം. അമ്മ നമ്മുടെ സ്വന്തമാണ്. നമ്മുടെ ഹൃദയവും മനസ്സും ആത്മാവെല്ലാം ഉണരട്ടെ, തുറന്നു കൊടുക്കട്ടെ. അമ്മയെ നമുക്ക് സ്വന്തമാക്കാം. ജപമാല നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായി മാറട്ടെ. ജപമാല ചൊല്ലി അമ്മയെ സ്വന്തമാക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. റീജോയ്സ്, വീണ്ടും വീണ്ടും സന്തോഷിക്കുന്നവൾ പരിശുദ്ധ അമ്മ, നല്ല തൻ്റെ ഇടമുള്ളവൾ പരിശുദ്ധ അമ്മ, നല്ല ആത്മശക്തിയുള്ളവൾ പരിശുദ്ധ അമ്മ. അമ്മേ നമുക്ക് സ്വന്തമാക്കാം. ഒരു നിമിഷം നമുക്ക് കണ്ണുകൾ അടയ്ക്കാം. നമ്മളായിരിക്കുന്ന ഇടങ്ങളിൽ ആ ജപമാല ഹൃദയത്തോട് ചേർത്ത് പിടിക്കാം. നീ എൻ്റെ അമ്മയാണ്, നീ എൻ്റെ സ്വന്തമാണ്. പ്രിയമുള്ളവരെ, പരിശുദ്ധാത്മാവ് ആമയിലേക്ക് ഇറങ്ങി വന്നപ്പോഴല്ലേ അഭിഷേകം കടന്നു വന്ന വീണ്ടും അദ്വിവേകന്റെ നാഥനിലേക്ക് നമ്മൾ കടന്നു ചെല്ലുകയാണ്. അദ്വിവേകാനന്ദ ശക്തി, പരിശുദ്ധാത്മ ശക്തി നമ്മളിലേക്ക് പുറപ്പെടുന്ന സമയമാണ്. നമുക്ക് ഈ നിമിഷം നമ്മളായിരിക്കുന്ന ഇടങ്ങളിൽ രണ്ട് കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ച് ശ്രദ്ധിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ പരിശുദ്ധാത്മാവ് നിറയട്ടെ, പരിശുദ്ധാത്മ ശക്തി നമ്മളിലേക്ക് വ്യാപരിക്കട്ടെ, സ്വർഗത്തിന്റെ ചൈതന്യം നമ്മളിലേക്ക് വ്യാപരിക്കട്ടെ. ഓ പരിശുദ്ധ അമ്മേ, ഈ നിമിഷം അങ്ങയോട് ചേർന്ന് ഞങ്ങൾ സ്തുതിക്കുകയാണ്, മഹത്വപ്പെടുത്തുകയാണ്. നീ ഞങ്ങളുടെ സ്വന്തമായി മാറ്റപ്പെടണമേ. പരിശുദ്ധ അമ്മേ, ഞങ്ങളുടെ സ്വന്തമായി മാറണമേ. ഈശോ ദാനമായി നൽകിയ പരിശുദ്ധ അമ്മേ, നിന്നെ ഞങ്ങൾ സ്വന്തമായി സ്വീകരിക്കുന്നു. നീ എൻ്റെ സ്വന്തമാണ്, ഞാൻ അമ്മയുടെ സ്വന്തമാണ്. അമ്മേ, ഇതാ സ്വർഗം നൽകിയ അമ്മ, പരിശുദ്ധ അമ്മ നമ്മുടെ കൂടെ, നമ്മുടെ ചാരെ. യേശുവിനമ്മ, എൻ സ്വന്തമമ്മ, ഈശോ എനിക്കായി നൽകിയോരമ്മ. യേശുവിനമ്മ, എൻ സ്വന്തമമ്മ, ഈശോ എനിക്കായി നൽകിയോരമ്മ. ഞാൻ നിന്റെ സ്വന്തം, നീ എൻ്റെ സ്വന്തം, എന്നെന്നും ഞാനെൻ അമ്മതൻ സ്വന്തം. ഞാൻ നിന്റെ സ്വന്തം, നീ എൻ്റെ സ്വന്തം, എന്നെന്നും ഞാനെൻ അമ്മതൻ സ്വന്തം. അമ്മേ അമ്മേ എൻ യേശുവിനമ്മേ, അമ്മേ അമ്മേ എൻ്റെ മാതാവേ, പ്രാർത്ഥിക്കണേ എന്നും ഈശോയോട്, യാചിക്കണേ എന്നും ഈശോയോട്. പരിശുദ്ധ മൊഴി ഒരിക്കൽ കൂടി നമ്മുടെ ആഗ്രഹങ്ങൾ, അഭിലാഷങ്ങളെല്ലാം ദിവ്യകാരന്റെ നാഥനിലേക്ക് നമുക്ക് വിട്ടുകൊടുക്കാം. ആമ നമുക്ക് വേണ്ടി മാധ്യസ്ഥം യാചിക്കുന്നുണ്ട്. ആമയുടെ മുൻഹൃദയം വഴിയായി ഈശ്വര ആരാധ്യമായ തിരുത്തിലേക്ക് ചേർത്ത് വെച്ച്, ഞാൻ ആരോരുമില്ലാത്ത എൻ്റെ അവസ്ഥകളിൽ, ആകുലത നിമിഷങ്ങളിൽ എൻ്റെ കൂടെയുള്ള ബോധ്യം നൽകുന്ന ഉറപ്പ് നൽകുന്ന പരിശുദ്ധമേ, എനിക്ക് വേണ്ടി നീ മാധ്യസ്ഥം യാചിക്കണമേ. നീ എൻ്റെ ആലംബമല്ലേ, ആശ്രയമല്ലേ. അമ്മേ, ആരോരുമില്ലാത്ത ജീവിത വീതിയിൽ, ആരോരുമില്ലാത്ത ജീവിത വീതിയിൽ ആശ്രയമായി നീ വന്നിടണേ. ആരോരുമില്ലാത്ത ജീവിത വീതിയിൽ ആശ്രയമായി നീ വന്നിടണേ. അമ്മേ എന്നാലംബമേ, അമ്മേ എന്നാനന്ദമേ, ഞാനെന്നും നിന്റേതു മാത്രമല്ലേ, നീ എന്നും എന്റേതു മാത്രമല്ലേ, ഞാനെന്നും നിന്റേതു മാത്രമല്ലേ, നീ എന്നും എന്റേതു മാത്രമല്ലേ. അമ്മേ അമ്മേ എൻ യേശുവിനമ്മേ, അമ്മേ അമ്മേ എൻ്റെ മാതാവേ, പ്രാർത്ഥിക്കണേ എന്നും ഈശോയോട്, യാചിക്കണേ എന്നും ഈശോയോട്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിത പങ്കാളി, മക്കള്, മാതാപിതാക്കന്മാര്, നമ്മളുമായി ബന്ധപ്പെട്ട സമസ്ത മേഖലകളെയും വിട്ടുകൊടുക്കാം. ദൈവം നകന്നുപോയ നിമിഷങ്ങളെ ഓർത്ത് നമുക്ക് മാപ്പപേക്ഷിക്കാം. പരിശുദ്ധ അമ്മ ഇവിടെയുണ്ട്.
നമ്മളെ സഹായിക്കുവാൻ, ആത്മജീവിതത്തിൽ കൈപിടിച്ചുയർത്തുവാൻ ആ അമ്മയുണ്ട്. ആ അമ്മ നമ്മുടെ അനുഗ്രഹമാണ്, അഭയമാണ്. ആ അമ്മയിൽ നമുക്ക് ആശ്രയിക്കാം. ആകുലമേകുമെൻ ആത്മാവിൻ വീതിയിൽ ആശ്വാസമായി നീ വന്നിടണേ. ആകുലമാകുമെൻ ആത്മാവിൻ വീതിയിൽ ആശ്വാസമായി നീ വന്നിടണേ. അമ്മേ എന്നഭയമേ, അമ്മേ എന്നനുഗ്രഹമേ, ഞാനെന്നും നിന്റേതു മാത്രമല്ലോ, നീ എന്നും എന്റേതു മാത്രമല്ലോ, ഞാനെന്നും നിന്റേതു മാത്രമല്ലോ, നീ എന്നും എന്റേതു മാത്രമല്ലോ. അമ്മേ അമ്മേ എൻ യേശുവിനമ്മേ, അമ്മേ അമ്മേ എൻ്റെ മാതാവേ, പ്രാർത്ഥിക്കണേ എന്നും ഈശോയോട്, യാചിക്കണേ എന്നും ഈശോയോട്, പ്രാർത്ഥിക്കണേ എന്നും ഈശോയോട്, യാചിക്കണേ എന്നും ഈശോയോട്. രണ്ട് കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് പിടിക്കാം. അമ്മ വഴിയായിട്ട് ഈശോയിലേക്ക് എല്ലാ നിയോഗങ്ങളും നമുക്ക് ചേർത്ത് വയ്ക്കാം. യേശുവിൻ്റെ അമ്മ, എൻ സ്വന്തം അമ്മ, ഈശോ എനിക്കായി നൽകിയ അമ്മ, ഞാൻ നിന്റെ സ്വന്തം. അമ്മേ, ഞാൻ എന്നും നിന്റേത് മാത്രമാണ്, നിന്റേത് മാത്രമായിരിക്കും ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. നീ എനിക്ക് വേണ്ടി എന്നും തിരുക്കുമാരനോട് പ്രാർത്ഥിക്കണമേ, എനിക്ക് വേണ്ടി നീ എന്നും യാചിക്കണമേ. നമ്മളായിരിക്കുന്ന ഇടങ്ങളിൽ രണ്ട് കരം ഹൃദയത്തോട് ചേർത്ത് പിടിക്കാം, ആരോട് ചേർത്ത് പിടിക്കാം. അമ്മയെ സ്വന്തമാക്കുന്നവര് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്താൽ നിറയപ്പെടും, ദൈവത്തിൻ്റെ ഉന്നത ശക്തിയാൽ നിറയപ്പെടും. അവിടെ അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കും. എൻ്റെ അമ്മേ, യേശുവിൻ്റെ അമ്മേ, ഇതാ നിൻ്റെ പ്രിയപ്പെട്ട മകൻ, മകൾ നിൻ്റെ ഉപഗ്രഹത്തിലേക്ക് പൂർണ്ണമായി സമർപ്പിക്കുമ്പോൾ ഞങ്ങളുടെ ആഗ്രഹങ്ങളെ, അഭിലാഷങ്ങളെ, സ്വപ്നങ്ങളെല്ലാം നിന്റെ തിരുക്കുമാരൻ്റെ മുമ്പിൽ ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളെ നീ സ്വന്തമാക്കണമേ. വിശുദ്ധ ഫിലിപ്പിനേരി പുണ്യവാൻ പറയുന്നുണ്ട്, അമ്മേ, ഞങ്ങൾ നിന്റെ കരങ്ങൾ പിടിക്കുമ്പോൾ അതെപ്പോൾ വേണമെങ്കിലും വഴിതെറ്റിപ്പോകാം, എന്നാൽ നീ ഞങ്ങളുടെ കരങ്ങൾ ചേർത്ത് പിടിക്കുമ്പോൾ ഞങ്ങൾ ഒരിക്കലും നിന്നെ നകന്നു പോവുകയില്ല. അമ്മ നകന്നു പോയാൽ ഒരു വ്യക്തി ഈശോയിൽ നിന്ന് അകന്നു പോവുക. പ്രിയപ്പെട്ട മകനെ, മകളെ, ഈ നിമിഷം ആ അമ്മയെ നിറഞ്ഞു നിന്ന് ആ പരിശുദ്ധാത്മ ശക്തിക്ക് വേണ്ടി നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. വചനം ഓർപ്പിക്കുക, ഇസ്രായേലിന്റെ പ്രകാശം അഗ്നിയായും അവിടുത്തെ പരിശുദ്ധ ജ്വാലയായി മാറും. അത് ജ്വലിച്ചൊറ്റ ദിവസം കൊണ്ട് അവന്റെ മുള്ളുകളും മുൾച്ചെടികളും ദഹിപ്പിച്ചു കളയും. ആത്മാവേ, എന്നിലേക്ക് ഇറങ്ങി വാ, എൻ്റെ ജീവിത സാഹചര്യങ്ങളിലേക്ക് ഇറങ്ങി വാ, എൻ്റെ എല്ലാ അവസ്ഥകളിലേക്കും, എൻ്റെ മാനസിക സംഘർഷങ്ങളിലേക്ക്, ആകുലതകളിലേക്ക്, രോഗങ്ങളിലേക്ക്, എൻ്റെ കുടുംബത്തിലേക്ക്, എൻ്റെ മക്കളിലേക്ക്, എൻ്റെ ജീവിത അവസ്ഥകളിലേക്ക്, ഇപ്പോൾ ഞങ്ങൾ നാട് കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ആ ദുരിതങ്ങളിലേക്ക്, ദുരിത കയത്തിലേക്ക്, പ്രളയക്കെടുതിയിലേക്ക് ഇറങ്ങിയ പരിശുദ്ധാത്മാവേ, ശക്തിപ്പെടുത്ത്. ഞങ്ങളുടെ ശരീരത്തെ മനസ്സിലേക്ക് ഒന്ന് ആശ്വസിപ്പിക്കുക, സൗഖ്യം നൽകി അനുഗ്രഹിക്കുക. ഓ പരിശുദ്ധാത്മാവേ, ഇറങ്ങി വാ, നിത്യസഹായക, സ്വർഗത്തിന്റെ ദാനമേ, അഭിഷേകമേ. ആത്മാവേ, പരിശുദ്ധാത്മാവേ, രണ്ട് കരങ്ങളും ആത്മാവേ, പരിശുദ്ധാത്മാവേ, എൻ ഹൃദയത്തിൽ വാഴും ആത്മാവേ, എൻ ഹൃദയത്തിൽ വാഴും ഹൃദയത്തിലേക്ക്, മനസ്സിലേക്ക് എല്ലാം ഇറങ്ങി വരുന്ന സമയമാണ്. വിട്ടുകൊടുക്കുക. നിറയണമേ, എന്നിൽ നിറയണമേ, നിറയണമേ, എന്നിൽ നിറയണമേ, ജീവജലത്തിനരുവിയായി
നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ. ജീവജലത്തിനരുവിയായി നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ. സ്നേഹാഗ്നി ജ്വാലയായി എന്നിൽ കത്തിപ്പടരണമേ. സ്നേഹാഗ്നി ജ്വാലയായി എന്നിൽ കത്തിപ്പടരണമേ. ആത്മാവേ പരിശുദ്ധാത്മാവേ, ആത്മാവേ അന്ത്യസമ്മാനമായി നൽകിയ പരിശുദ്ധമേ സ്വന്തമാക്കുമ്പോൾ ആ വ്യക്തി പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുന്ന അഭിഷേക സമയമാണിപ്പോൾ. അമ്മേ, നീ എന്റെ സ്വന്തമാണ്. നിന്നെ നിറഞ്ഞു നിൽക്കുന്ന പരിശുദ്ധാത്മ ശക്തിയെ എന്നിലേക്ക് ചൊരിയുവാൻ നിന്റെ തിരുക്കുമാരനോട് ഈ നിമിഷം പ്രാർത്ഥിക്കണമേ. ഇതാ ദിവികാൻ ശക്തി പുറപ്പെടുകയാണ്. ആത്മാവ് ഇറങ്ങി വരുന്ന സമയമാണ്. ഒന്ന് ഉറക്കെ സ്തുതിക്കട്ടെ. രണ്ട് കരങ്ങളും ദൈവത്തിന്റെ സന്നിധിയിലേക്ക്, ഈശോയുടെ സന്നിധിയിലേക്ക് നീട്ടിപ്പിടിച്ചുകൊണ്ട് ഈ നിമിഷം ആത്മാവിനെ വേണ്ടി ദാഹിച്ച് പ്രാർത്ഥിക്കട്ടെ. ഓ പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, അഭിഷേകം ചെയ്യണമേ. ആത്മാവേ ശുദ്ധീകരിക്കണമേ, വിശുദ്ധീകരിക്കണമേ, ശക്തി ചെയ്യണമേ. ശ്രീമാനിലേക്ക് ഇറങ്ങി വന്ന പരിശുദ്ധാത്മാവേ, അപ്പസ്തോല ഗണങ്ങൾ നിറഞ്ഞ പരിശുദ്ധാത്മാവേ, വിശുദ്ധരിൽ നിറഞ്ഞ പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേല്, ഞങ്ങളുടെ കുടുംബത്തിന്റെ മേല്, ഈ കൂട്ടായ്മയുടെ മേല്, ഈ ലോകത്തിന്റെ മേല് ഈ നിമിഷം ഇറങ്ങി വാ. പരിശുദ്ധാത്മാവേ, സ്വർഗീയ ചൈതന്യമേ, വിടുതലിന്റെ ആത്മാവേ, ഈശോയുടെ ആത്മാവേ, ഇറങ്ങി വാ. ആത്മാവേ അഗ്നിയായി നിറയണമേ. ആത്മാവേ അഗ്നിയായി നിറയണമേ. ആത്മാവേ അഗ്നിയായി നിറയണമേ. പാപത്തിൻ ശക്തിമേൽ നിന്നഗ്നി അയക്കൂ. രോഗത്തിൻ ശക്തിമേൽ നിന്നഗ്നി അയക്കൂ. ശാപത്തിൻ ശക്തിമേൽ നിന്നഗ്നി അയക്കൂ. ആത്മാവാം ദൈവമേ അഗ്നി അയക്കൂ. പാപത്തിൻ ശക്തിമേൽ നിന്നഗ്നി അയക്കൂ. രോഗത്തിൻ ശക്തിമേൽ നിന്നഗ്നി അയക്കൂ. ശാപത്തിൻ ശക്തിമേൽ നിന്നഗ്നി അയക്കൂ. ആത്മാവാം ദൈവമേ അഗ്നി അയക്കൂ. ആത്മാവേ അഗ്നിയായി നിറയണമേ. ശക്തി പുറപ്പെടട്ടെ, നിന്നിൽ ശക്തി പുറപ്പെടട്ടെ, ദിവികാനിൽ ശക്തി പുറപ്പെടട്ടെ, ഓരോ മക്കളിലേക്ക് നിറയട്ടെ. ലോകമെമ്പാടും ഈ സമയം ഈ ഹോളി വെപ്പൺ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോ മക്കളിലേക്കും ഈ നിമിഷം പരിശുദ്ധാത്മ ശക്തി ഇറങ്ങി വരട്ടെ. ഹൃദയത്തെ, മനസ്സിനെ, ആത്മാവിനെ വിശുദ്ധീകരിക്കട്ടെ. Oh Holy Spirit, sanctify us, purify us, strengthen us, empower us, heal us. പാപങ്ങളാൽ വന്ന ദോഷങ്ങൾ എന്നിൽ ഭരണം ചെയ്തിടുന്നു. പാപം ചെയ്യാൻ മോഹം നൽകി ശക്തിയായി ഉണർന്നിടുന്നു. പാപങ്ങളാൽ വന്ന ദോഷങ്ങൾ എന്നിൽ ഭരണം ചെയ്തിടുന്നു. പാപം രോഗങ്ങളിലേക്ക്, ദുഃഖദുരിതങ്ങളിലേക്ക്, ആത്മാവിന്റെ എല്ലാ അവസ്ഥയിലേക്ക് ആത്മാവേ ഇറങ്ങി വാ. ആത്മാവേ അഗ്നിയായി നിറയണമേ. നമുക്ക് പാടി പ്രാർത്ഥിക്കാം. ആത്മാവേ നമ്മുടെ എല്ലാ അവസ്ഥകളും സമർപ്പിച്ചുകൊണ്ട് അഗ്നിയായി നിറയണമേ. പാപത്തിൻ ശക്തിമേൽ നിന്നഗ്നി അയക്കൂ. രോഗത്തിൻ ശക്തിമേൽ നിന്നഗ്നി അയക്കൂ. ശാപത്തിൻ ശക്തിമേൽ നിന്നഗ്നി അയക്കൂ. ആത്മാവാം ദൈവമേ അഗ്നി അയക്കൂ. ആത്മാവാം ദൈവമേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നിറയട്ടെ, ആത്മാവ് നിറയട്ടെ, ബുദ്ധിയിലേക്ക് നിറയട്ടെ, ചിന്തയിലേക്ക് നിറയട്ടെ, ഭാവനകളിലേക്ക് നിറയട്ടെ, ഞങ്ങളുടെ മനസ്സിന്റെ അവസ്ഥകളിലേക്ക് നിറയട്ടെ, ഞങ്ങളുടെ ദുഃഖ ദുരിതങ്ങളിലേക്ക് നിറയട്ടെ, ഞങ്ങളുടെ കടബാധ്യതയിലേക്ക് നിറയട്ടെ, ജോലിയില്ലാത്ത അവസ്ഥകളിലേക്ക് നിറയട്ടെ, ഞങ്ങളുടെ കുടുംബ തകർച്ചകളിലേക്ക് നിറയട്ടെ, ജീവിത പങ്കാളിയിലേക്ക് നിറയട്ടെ, മക്കളിലേക്ക് നിറയട്ടെ, ഓരോ രോഗങ്ങളുടെ മേൽ നിറയട്ടെ, ഓരോ രോഗാവസ്ഥയിലേക്ക് നിറയട്ടെ. ആത്മാവിൽ നിറഞ്ഞു സ്തുതിക്കട്ടെ, മഹത്വപ്പെടുത്തട്ടെ, ആരാധന കൊടുക്കട്ടെ.
വീശിക്കൊണ്ട് ഹല്ലേലൂയ, 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 ആരാധന 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 ആരാധന, മഹത്വം, നന്ദി ഈശോയെ. പിതാവേ ഹല്ലേലൂയ, സ്വർഗ്ഗദാതാ ഹല്ലേലൂയ. നമുക്ക് പാടാം. അബാ പിതാവേ ഹല്ലേലൂയ, സ്വർഗ്ഗദാതാ ഹല്ലേലൂയ, യേശുനാഥാ ഹല്ലേലൂയ, ആത്മനാഥ ഹല്ലേലൂയ. ഈശോയെ നോക്കിയിട്ട് സ്നേഹത്തോടെ പാടാം. യേശുനാഥ ഹല്ലേലൂയ, ആത്മനാഥ ഹല്ലേലൂയ, പാവനാത്മാ ഹല്ലേലൂയ, ത്രിയേക ദൈവമേ ഹല്ലേലൂയ, പാവനാത്മാ ഹല്ലേലൂയ, ത്രിയേക ദൈവമേ ഹല്ലേലൂയ. രണ്ട് കാര്യങ്ങളും വീശിക്കൊണ്ട് ഈശോയെ നോക്കിയിട്ട് പാടാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആത്മാവിൽ നിറഞ്ഞുകൊണ്ട് ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ അമ്മയിൽ നിറഞ്ഞ എല്ലാ ദൈവിക പുണ്യങ്ങളും ഈ നിമിഷം നമ്മളിലേക്ക് അവിടുന്ന് ചൊരിയുന്നുണ്ട്. ത്രിയേക ദൈവം നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന സമയമാണ്. പരിശുദ്ധാത്മ ശക്തിയെ നമ്മൾ എല്ലാവരെയും അഭിഷേകം കൊണ്ട് നിറയ്ക്കുന്ന സമയമാണ്. വിട്ടുകൊടുക്കുക. പരിശുദ്ധ അമ്മയിൽ നിറഞ്ഞ എല്ലാ ദൈവിക പുണ്യങ്ങളും നമ്മുടെ ജീവിതത്തിലേക്ക് ചൊരിയപ്പെടട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ ആരാധന, ആരാധന, ആരാധന. ഈശോ എന്നീശോ എൻ സ്നേഹമേ, എന്നെ നൽകുന്നു ഞാൻ. പൂർണ്ണമായിട്ട് ഈശോയിലേക്ക് നമ്മളെ തന്നെ പരിശുദ്ധ മൊഴിയെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പാടാം. ഈശോ എന്നീശോ എൻ സ്നേഹമേ, എന്നെ നൽകുന്നു ഞാൻ. പാടാം. ഈശോ എന്നീശോ എൻ സ്നേഹമേ, എന്നെ നൽകുന്നു ഞാൻ. ഈശോ എന്നീശോ എൻ സ്നേഹമേ, എന്നെ സുഖമാക്കണേ. നമ്മുടെ എല്ലാ അവസ്ഥകളും പ്രത്യേകിച്ച് ശരീരത്തിന്, മനസ്സിൻ്റെ, ആത്മാവിൻ്റെ എല്ലാ രോഗപീഠകളെയും സമർപ്പിച്ചുകൊണ്ട് പാടാം. ഈശോ എന്നീശോ എൻ സ്നേഹമേ, എന്നെ സുഖമാക്കണേ. പ്രിയമുള്ളവരെ, ആ ദിവ്യകാരുണ്യനാഥന്റെ സന്നിധിയിലേക്ക് നിന്റെ കരവും മനസ്സും ആത്മാവെല്ലാം ഒന്ന് നീട്ടിപ്പിടിച്ച് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിച്ച് ഈശോയിൽ ശക്തി പുറപ്പെട്ട് നമ്മളെ സൗഖ്യപ്പെടുന്ന സമയമാണ്. ഈശോ എന്നീശോ എൻ സ്നേഹമേ, എന്നെ സുഖമാക്കണേ. ഞാൻ നിന്നെ സുഖപ്പെടുന്ന കർത്താവാണ്. നമ്മൾ ഓരോരുത്തരെയും സുഖപ്പെടുത്തുന്ന, അഭിഷേകം കൊണ്ട് നിറയ്ക്കുന്ന ഈ അനുഗ്രഹ നിമിഷത്തിൽ, ഈ ഹോളി ശുശ്രൂഷയിൽ പൂർണ്ണമായിട്ട് വിട്ടുകൊടുത്തുകൊണ്ട് ശരീരവും മനസ്സും ആത്മാവെല്ലാം പരിശുദ്ധമൊഴിയായി ഈശോയുടെ ആരാധ്യമായ ദൈവത്തിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ട് ഒരിക്കൽ കൂടി പാടാം. ഈശോ എന്നീശോ എൻ സ്നേഹമേ, എന്നെ സുഖമാക്കണേ. എന്നെ നൽകുന്നു ഞാൻ ഈശോയെ. ഈശോ എന്നീശോ എൻ സ്നേഹമേ, എന്നെ നൽകുന്നു ഞാൻ. ഈശോ എന്നീശോ എൻ സ്നേഹമേ, എന്നെ സുഖമാക്കണേ. ഈശോ എന്നീശോ എൻ സ്നേഹമേ, എന്നെ സുഖമാക്കണേ. ഒരിക്കൽ കൂടി സർവവും സമർപ്പിച്ചുകൊണ്ട് മനസ്സും ശരീരവും ആത്മാവെല്ലാം നമ്മളുമായി ബന്ധപ്പെട്ട സകല മേഖലകളെ സമർപ്പിച്ചുകൊണ്ട് ജീവിത പങ്കാളിയെ, മക്കളെയും, മാതാപിതാക്കന്മാരെയും ഈ ലോകം മുഴുവനെ തന്നെയും പ്രത്യേകിച്ച് ഈ ഷെക്കിന ടിവിയുടെ ശുശ്രൂഷയെ ലോകമെമ്പാടും നിന്നുകൊണ്ട് യൂട്യൂബിലും ടിവിയിലൊക്കെ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന മക്കളെല്ലാം സമർപ്പിക്കാം. അവരുടെ കണ്ണീരോടുള്ള പ്രാർത്ഥന സമർപ്പിക്കാം. അവരുടെ രോഗാവസ്ഥ സമർപ്പിക്കാം. അവരുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളെ സമർപ്പിക്കാം. നമ്മളുമായി ബന്ധപ്പെട്ട സമസ്ത മേഖലകളെയും ഒരിക്കൽ കൂടി സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. പ്രളയക്കെടുതി മൂലം വിഷമിക്കുന്ന നമ്മുടെ നാടിനെ, ഓരോ മക്കളെ, മരിച്ചുപോയ ഓരോ മക്കളെ, അവരുടെ കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിക്കണേ എന്ന് പ്രാർത്ഥിക്കാം. ഈശോയെ സമർപ്പിക്കുന്നു, സമർപ്പിക്കുന്നു. സുഖമാക്കണേ.
ഈശോ എന്നീശോ എൻ സ്നേഹമേ, എന്നെ സുഖമാക്കണേ. എന്നെ നൽകുന്ന ഈശോയെ, ഈശോ എന്നീശോ എൻ സ്നേഹമേ, എന്നെ നൽകുന്നു ഞാൻ. ഈശോ എന്നീശോ എൻ സ്നേഹമേ, എന്നെ നൽകുന്നു ഞാൻ. അമ്മേ, ഈശോ നൽകിയ അമ്മേ, എൻ്റെ സ്വന്തം അമ്മേ, ഞാൻ അമ്മയുടെ സ്വന്തമാണ്. അമ്മയുടെ സ്വന്തമാകാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നമുക്കൊരു പിതാവേ ഉള്ളൂ, നമുക്കൊരു പരിശുദ്ധാത്മാവേ ഉള്ളൂ. എന്നാൽ നമുക്കൊരു അമ്മയുമുണ്ട്, കളങ്കരഹിതയായ കന്യകയായ അമ്മ, പ്രസാദവര പൂർണ്ണതയുള്ള സ്വർലോകുരാജ്ഞിയായ അമ്മ. അമ്മയുടെ സന്നിധിയിലേക്ക് ഒരിക്കൽ കൂടി നിന്നെ വിട്ടുകൊടുക്കുക. ഇതാ, ഒരിക്കൽ കൂടി വിടുതലിൻ്റെ അഭിഷേകം അമ്മ വഴി നമുക്ക് നൽകുകയാണ്. അമ്മയെ സ്വന്തമാക്കുമ്പോൾ പരിശുദ്ധാത്മ ശക്തി, ഉന്നുള്ള ശക്തി നമുക്കെല്ലാം വിടുതലിൻ്റെ അഭിഷേകം നൽകും. ദൈവമേ, ഇതാ ലോകം മുഴുവനെ ഞങ്ങൾ സമർപ്പിക്കുകയാണ്. ഓരോ മക്കളെയും ഞങ്ങൾ സമർപ്പിക്കുകയാണ്. ലോകരാജ്യങ്ങളെ സമർപ്പിക്കുന്നു, ഞങ്ങളുടെ ഭാരതത്തെ സമർപ്പിക്കുന്നു. പ്രത്യേകിച്ച് ഞങ്ങളുടെ ദേശത്തെ, ഞങ്ങളുടെ കേരളത്തെ, ഞങ്ങളുടെ അധികാരികളെ, ഞങ്ങളുടെ സഭാധികാരികളെ എല്ലാം സമർപ്പിക്കുന്നു. ഈശോയെ, ഇപ്പോൾ ഈ നിമിഷം ഞങ്ങളുടെ ദേശത്ത് ഓരോ മക്കളും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആ പ്രളയക്കെടുതി കർത്താവ് എടുത്തു മാറ്റണമേ. ദുരിത കൈത്തുകളുമാകുന്ന മക്കളെ ആശ്വസിപ്പിക്കണമേ. കർത്താവായ ദൈവമേ, ഈ നിമിഷം ലോകമ്പാട് അർപ്പിക്കപ്പെട്ടിരുന്ന ബലികളോട് ചേർന്ന് പ്രാർത്ഥിക്കുകയാണ്. പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കുകയാണ്. മുഖ്യദൂന വിശ്വവിഹാൽമാലോട് ചേർന്ന് പ്രാർത്ഥിക്കുകയാണ്. സകല അപ്പസ്തോല ഗണങ്ങളോട് ചേർന്ന് പ്രാർത്ഥിക്കുകയാണ്. സകല വിശുദ്ധയോട് ചേർന്ന് പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങളുടെ സഭയിലുള്ള സകല വിശുദ്ധരോട് ചേർന്ന്, വാഴ്ത്തപ്പെട്ടവരോട് ചേർന്ന് പ്രാർത്ഥിക്കുകയാണ്. ഈശോയെ, നീ എനിക്ക് നൽകിയിരിക്കുന്ന ഭൗമത്തിന് അധികാരം വെച്ച് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ പിതാവിനോട് ചേർന്ന്, കർദിനാൾമാരോട് ചേർന്ന്, മെത്രാന്മാരോട് ചേർന്ന്, സകല വൈദികരോട് ചേർന്ന്, ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാ വൈദികരോട് ചേർന്ന് പ്രാർത്ഥിക്കാൻ. ഈശോയെ, ഈ നിമിഷം നീ എനിക്ക് നൽകിയിരിക്കുന്ന പൗരോഹിത്യ അധികാരം കുറിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ നാമത്തിന്റെ ശക്തിയാല, വിശുദ്ധ കുരിശിന്റെ അടയാളത്താല, തിരുരക്തത്തിന്റെ യോഗ്യത, വചനത്തിന്റെ ശക്തിയാല, ജപമാല ചൊല്ലി ഞങ്ങൾ പ്രാർത്ഥിച്ചിരിക്കുന്ന ഈ അനുഗ്രഹീത നിമിഷത്തിൽ സ്വർഗീയ സൈന്യത്തിന് ഈ നിമിഷം ചേർന്നുകൊണ്ട് പ്രാർത്ഥിച്ച ഈ മഹത്തായ നിമിഷങ്ങളിൽ, അഭിഷേക നിമിഷങ്ങളിൽ പ്രാർത്ഥിക്കുന്ന ഈശോയെ, ഈ നിമിഷം രോഗപീഠകൾ വിട്ടുപോട്ടെ, പൈശാചിക പീഡകൾ വിട്ടുപോട്ടെ, അന്ധകാര ശക്തികൾ വിട്ടുപോട്ടെ, മഹാഭാരികൾ ഞങ്ങളുടെ ദേശത്ത് വിട്ടുപോട്ടെ, പ്രളയക്കെടുതി പൂർണ്ണമായിട്ടും വിട്ടുപോട്ടെ. ഓരോ മക്കളും വിശുദ്ധീകരിക്കപ്പെടട്ടെ, സംഭവിക്കട്ടെ. ശക്തി പുറപ്പെട്ട് ഓരോ മക്കളെ വിശുദ്ധീകരിക്കട്ടെ, ഓരോ കുടുംബങ്ങളെ വിശുദ്ധീകരിക്കട്ടെ. തകർന്നുപോയ കുടുംബങ്ങളെ ഈ നിമിഷം കൂട്ടിച്ചേർക്കട്ടെ. യുവതി മക്കളെ സ്പർശിക്കട്ടെ. വിവാഹത്തിൽ പ്രവേശിക്കുന്ന ഓരോ മക്കളെ അനുഗ്രഹിക്കണമേ. ജോലിയില്ലാതെ വിഷമിക്കുന്ന മക്കളെ വിശുദ്ധീകരിക്കണമേ. ജോലി നൽകി അനുഗ്രഹിക്കണമേ. യേശുവേ, ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ആരാധന, ആരാധന. പരിശുദ്ധാത്മാവിന്റെ മണവാട്ടിയ പരിശുദ്ധ അമ്മേ, ഞങ്ങൾക്ക് വേണ്ടി നീ മാധ്യസ്ഥം യാചിക്കണമേ. ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാൻ ഒരുങ്ങുമ്പോൾ അമ്മയുടെ ഹൃദയത്തിലേക്ക് നമ്മളെ തന്നെ പ്രതിഷ്ഠിച്ചുകൊണ്ട് ഈശോയുടെ ആരാധ്യമായ തിരുഹൃദയത്വം കൊണ്ട് നമ്മളെ കഴുകി വിശുദ്ധീകരിക്കുവാൻ, ദിവ്യാന ശക്തി പുറപ്പെട്ട് നമ്മളെല്ലാവരെയും പുതിയ സൃഷ്ടികളാക്കുവാൻ, ക്രിസ്തുവിലായിരിക്കുന്നതിന് പുതിയ സൃഷ്ടിയാണ്. പരിശുദ്ധമേ സ്വന്തമാക്കുന്നു, ഈശോയാണ് സ്വന്തമാക്കുക. നമുക്ക് വിട്ടുകൊടുക്കാം. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും ഭർത്യനു നീ മോചനമേകി. സകലേശാ ദിവ്യ കടാക്ഷം തൂഗണമേ വത്സലസുതരിൽ, നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ.
യേശുവേ എൻ്റെ ദൈവമേ, യേശുവേ എൻ്റെ നാഥനേ, യേശുവേ എൻ്റെ സ്നേഹമേ, യേശുവേ എൻ്റെ ജീവനേ, ആരാധന ആരാധന. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.